നമ്മുടെ കുടുംബത്തെക്കുറിച്ച്. ദൈവം ചേർത്തിരിക്കുന്ന കുടുംബം, ദാമ്പത്യ ബന്ധം, അത് വിശുദ്ധിയോടെ ജീവിക്കുക, നരകമാകരുത്, അത് സ്വർഗമാക്കാൻ നമുക്ക് സാധിക്കണം. എന്റെ വീട് ഒരു വിദ്യാലയമാകണം, സാധിക്കുമെങ്കിൽ എന്റെ വീട് ഒരു ദേവാലയമാക്കി മാറ്റണം. ഈ ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. എന്റെ കുടുംബം ഒരു ദേവാലയം, അതിലേക്ക് ആക്കുവാൻ, മാറ്റി തീർക്കുവാൻ ദൈവം നമ്മളേക്ക് വിളിച്ചിരിക്കുന്നു. നമുക്ക് രണ്ട് വിധത്തില് വീട് പണിയാം. ഒന്ന് ബാബേൽ ഗോപുരം പോലെ, രണ്ട് സിയോൻ മാളിക പോലെ. ഇന്ന് ഈ ധ്യാന നിമിഷത്തിൽ നമ്മൾ ആത്മശോധന ചെയ്യണം. എന്റെ വീട് ഒരു ബാബേൽ ഗോപുരമാണോ, സിയോൻ മാളികയാണോ? ബാബേൽ ഗോപുരത്തിന്റെ ചിത്രം ഉൽപ്പത്തി 11 കാണുക. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11 അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്നു, ഒരു ജനം ആകാശം വിട്ട് ഉയരുന്ന ഒരു ഗോപുരം പണിതു. ആകാശം വിട്ട് ഉയരുന്ന ഒരു ഗോപുരം. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം അവരോടുകൂടി ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഭാഷ ചെതറിപ്പോയി. സിമന്റ് കൊണ്ടുവരാൻ പറയുമ്പം കല്ല്, കല്ല് കൊണ്ടുവരാൻ പറയുമ്പം കട്ട, കട്ട കൊണ്ടുവരാൻ പറയുമ്പം വെള്ളം, വെള്ളം കൊണ്ടുവരാൻ പറയുമ്പം കമ്പി. ഭാഷ ചെതറിപ്പോയി. ദൈവത്തെ കൂടാതെ എത്ര പണമുണ്ടെങ്കിലും എത്ര വലിയ വീടുണ്ടായാലും ആ വീട് ഒരു ബാബേൽ ഗോപുരം. ഭാഷ ചെതറിപ്പോകുന്ന ഒരു ബാബേൽ ഗോപുരം. 40 വയസ്സുള്ള ഭർത്താവിന്റെ ഭാഷ 35കാരി ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 65 വയസ്സുള്ള അമ്മായിമ്മയുടെ ഭാഷ 30 വയസ്സുള്ള മരുമകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 6 വയസ്സുള്ള മോന്റെ ഭാഷ മാതാപിതാക്കൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഭാഷ ചെതറിപ്പോയ കുടുംബമെങ്കിൽ ആ കുടുംബം ഒരു ബാബേൽ ഗോപുരമാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് അലഞ്ഞുണ്ടാക്കിയ വീട്, പക്ഷെ അകത്ത് പരസ്പരധാരണയില്ലെങ്കിലോ? ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രത്യക്ഷത്തിൽ വളരെ മനോഹരമെന്ന് തോന്നുന്ന താജ്മഹൽ പോലുള്ള നമ്മുടെ വീടുകൾ ഒരുപക്ഷെ താജ്മഹൽ പോലെ തന്നെയാകാം. മനോഹരമായ കാഴ്ചയാണ്, ലോകാത്ഭുതങ്ങളിലൊന്ന ആഗ്രയിലെ താജ്മഹൽ. പുറത്തു നോക്കിയാൽ മനോഹരമായ മാർബിൾ സൗധം, അകത്ത് കയറിയാലോ 2 ശവകുടീരങ്ങൾ. പുറത്ത് മാർബിൾ, മനോഹരമായ മാർബിൾ സൗധം, അകത്ത് ഷാജഹാന്റെയും മുംതാസിന്റെയും 2 ശവകുടീരങ്ങൾ. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീട് മനോഹരമാണ്, പക്ഷെ അകത്ത് ശവകുടീരം പോലുള്ള വീടുകളാണോ? പുറത്തെ ഭംഗി മാത്രമേ ഉള്ളൂ, അകത്ത് ബന്ധങ്ങളില്ലായ്മയുണ്ടോ? ഭാര്യാഭർത്താക്കന്മാരുടെ തെറ്റിദ്ധാരണ, മക്കൾ മാതാപിതാക്കളുടെ ബഹളങ്ങൾ, വീടും പണവും എല്ലാം ഉണ്ട്, പക്ഷെ ഭാഷ ചെതറിപ്പോയി. 2 ബാബേൽ ഗോപുരം. അപ്പോസ്തല പ്രവർത്തനം 2 അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്നു സിയോൻ മാളിക. ഇപ്പൊ ബാബേൽ ഗോപുരം ഉൽപ്പത്തി 11, 2 സിയോൻ മാളിക അപ്പോസ്തല പ്രവർത്തനം 2 അധ്യായത്തിൽ. സിയോൻ മാളികയിൽ സംഭവിച്ചത് പല ഭാഷക്കാർ ഒരുമിച്ച് കൂടി, പക്ഷേ ഒരേ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലായി. പല ഭാഷക്കാർ ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. ഇതാണ് കുടുംബത്തിൽ ആവശ്യം. ഭർത്താവിന്റെ ഭാഷ മനസ്സിലാക്കുന്ന ഭാര്യ, ഭാര്യയുടെ ഭാഷ മനസ്സിലാക്കുന്ന ഭർത്താവ്, കുഞ്ഞുങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ. ഈ പരസ്പര ധാരണ നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. ശരീരത്തിന്റെ പുറത്ത് ശ്വാസകോശമുള്ള ഒരു ജീവിയെ പോലെയാണ് വീട് എന്നാണ് പറയുക. ശരീരത്തിന്റെ പുറത്ത് ശ്വാസകോശമുള്ള ഒരു ജീവിയെ പോലെയാണ് നമ്മുടെ വീട്. ശരീരത്തിനകത്ത് ശ്വാസകോശം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത്. പുറത്താണെങ്കിലോ പെട്ടെന്ന് ദേഹം സിക്കാവും. ഇതുപോലെയാ വീട്. ചെറിയൊരു അശ്രദ്ധ മതി, പെട്ടെന്ന് കുടുംബത്തിന് പനി പിടിക്കാൻ തുടങ്ങും. ശരീരത്തിന് പുറത്താണ് ശ്വാസകോശമുള്ള ഒരു ജീവിയാണ് വീട്. ഒരു ചെറിയ അശ്രദ്ധ, ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ ശ്രദ്ധക്കുറവ്, ഒരു പെരുമാറ്റ ദോഷം എന്തെങ്കിലും സംഭവിച്ചാൽ മതി, പെട്ടെന്ന് അസുഖമാവും, കുടുംബ ബന്ധങ്ങൾ തകരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, വീട്ടിലുള്ളവരെ ബലപ്പെട്ടവരായിട്ട് കാണാൻ പഠിക്കുക. വീട്ടിലുള്ളവരെ വിലപ്പെട്ടവരായിട്ട് കാണാൻ പഠിക്കുക. അല്പം ശമ്പള കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ അടിമയാക്കുന്ന ഒരു ഭാര്യയായിരുത്. അല്പം നേരത്തെ വന്നു, അല്പം കാശുണ്ടായി, ഞാൻ കെട്ടിയവനെ കൊണ്ടുവന്നു, എനിക്ക് ഇത്രയുണ്ട്, അവൻ അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഭാര്യയായാൽ കുടുംബം തകർന്നു തുടങ്ങും. കാരണം വീടിന്റെ ജീവിയുടെ പുറത്താണ് ശ്വാസകോശം. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ തകരുക. പെണ്ണുങ്ങളുടെ തലക്കനം കൊണ്ട്, പണത്തിന്റെ അഹന്ത കൊണ്ട്. യൂറോപ്പിൽ കണ്ടിട്ടുണ്ട്, അമേരിക്കയിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ആണുങ്ങളുടെ കർക്കശ പ്രകൃതി, പിടിവാശി, അവളെ അടിമയാക്കുക, എന്റെ ഇഷ്ടം പോലെ മാത്രം നടത്തുക, നാട്ടിലെ പോലെ തന്നെ ഇവിടെ അതേ അധികാരപ്രയോഗം നടത്തുക. ഈ 2 ഭാഗത്തുനിന്നും പാളിച്ചകൾ. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് പറയുക, കുടുംബ ജീവിതത്തിൽ നമ്മൾ വീട് പോലെ കാണാൻ പഠിക്കണം. ആ വീട്ടന്തരീക്ഷം കുടുംബത്തിൽ വേണം. ഉള്ളവരെ വിലപ്പെട്ടവരായിട്ട് കാണണം. ഞാൻ എത്ര മാത്രം പ്രസംഗിച്ച് ഓടി നടന്നാലും കപ്പുച്ചിന് സഭയാ എന്റെ വീട്. ആ സഭയ്ക്കുള്ളിൽ എനിക്ക് സ്ഥാനവും നിലയും വിലയും ഉണ്ടെങ്കിലേ ഞാൻ ധ്യാനിപ്പിക്കാൻ പോകാവൂ. അല്ലെങ്കിൽ എന്റെ ധ്യാനം കൊണ്ടൊരു അർത്ഥമില്ല. വലിയ പ്രസംഗമൊക്കെ പറയാം, പക്ഷെ ഒരു ഹൃദയത്തെയും സ്വാധീനിക്കാൻ പറ്റുകയില്ല. കാരണം എനിക്ക് എന്റെ സഭയിൽ വിലയില്ലെങ്കിൽ.
ഓരോ മനുഷ്യന്റെയും വില അവൻ നിൽക്കുന്ന സ്ഥലത്താണ്. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാ. ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ വേണം. ഒരു മനുഷ്യന്റെ വില അവന്റെ ഭാര്യ കൊടുക്കുന്ന വിലയാ, അവന്റെ മക്കൾ കൊടുക്കുന്ന വിലയാ. ഒരു സ്ത്രീയുടെ വില അവന്റെ ഭർത്താവ് കൊടുക്കുന്ന വിലയാ, കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന വിലയാ. ചില രാഷ്ട്രീയക്കാരെ കാണാൻ മേലെ, രാഷ്ട്രീയക്കാർ രാവിലെ ഡയറിയും കഷത്തി വെച്ച് ഒരു പേപ്പറും ചുരുട്ടി പിടിച്ച് ഭയങ്കരമായിട്ട് ഇറങ്ങുന്ന പാടെ ഭാര്യ ചോദിക്കും, ഓക്കൻ കാശിന് തന്നെ കൊണ്ട് കൊള്ളാവുള്ളൂ, വായും പൊളിച്ച് ഡയറിയും തൂക്കി പോന്ന പോക്ക് കണ്ടില്ലേ? ഇവൻ അരിശോ അവളോട്. പിന്നെ എവിടെങ്കിലും സ്ഥാപിക്കേണ്ട ഞാൻ ഓക്കനല്ല എന്ന്. അവൻ എന്ത് ചെയ്യും? മൈക്രോഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഗത പ്രസംഗം ഏൽപ്പിച്ചാൽ മതി. അന്താരാഷ്ട്ര കാര്യം മുഴുവൻ അവൻ പറയാൻ തുടങ്ങും. ഘാട്ടുകരാറ്, ഇറാനിൽ ബുഷ് ചൊറിയാൻ പോയ കാര്യം, ഇറാഖിൽ ബോംബിടാൻ പോയ കാര്യം, ബ്രസീലിൽ മഞ്ഞ് വന്നപ്പം കാപ്പിക്കുരു ഉണ്ടായില്ല, കൊളംബോയിലെ ഷീറ്റ് ബില്ലാത്തതുകൊണ്ട് ഇന്ത്യയിലെ ഷീറ്റിന് വില കൂടുതലാണ്. അന്താരാഷ്ട്ര കാര്യം മുഴുവൻ പറയും. ഒരു അരമണിക്കൂർ സമയം. കാരണം ഭാര്യ ഓക്കനെന്ന് പറഞ്ഞ് വിട്ടതല്ലേ, അല്പം വെയിറ്റ് ഉണ്ടെന്ന് കാണിക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയും, ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. അവനെ തലക്കിട്ട് കൊടുക്കണം മൈക്കിന്റെ സ്റ്റാൻഡ് വെച്ച്. കാരണം അവനറിയാം ഇത്രയും നേരം ചെയ്തത് കടമയല്ല കത്തിവെയ്യാന്ന് അവനറിയാം. ഇപ്പോഴാണ് കടമയിലേക്ക് കിടക്കുക. കാരണം ഭാര്യ ഭർത്താവിന് വില കൊടുത്തില്ലെങ്കിൽ അവൻ നാട്ടിൽ ബഹളം വെക്കും, ഇടവ കമ്മിറ്റി ബഹളം വെക്കും, എല്ലായിടത്തും ഒച്ചയും ബഹളം വെക്കും. കാരണം ഭാര്യ ഓക്കാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഇറക്കി വിട്ടയാളാ. പിന്നെ വിലയുണ്ടെന്ന് കാണിക്കണമല്ലോ, വിലയുണ്ടെന്ന് കാണിക്കണം. വിലയുള്ളവന് ഭൂമിയിൽ വേല കാണിക്കേണ്ട കാര്യമില്ല. വിലയുള്ളവന് ലോകത്ത് വേല കാണിക്കേണ്ട കാര്യമില്ല. ഈശോയ്ക്ക് വിലയുണ്ട്. പിശാച് പറഞ്ഞു, നീ വേല കാണിട്ട് 3 വേല, കീഴോട്ട് ചാട്, കുമ്പിട്ട് ആരാധിക്ക്, കല്ലിനെ അപ്പമാക്കുക. കാരണം വിലയുള്ളവന് ഈ വേലത്തരം കാണിക്കേണ്ട കാര്യമില്ല. അവന്റെ വില ദൈവം കൊടുത്തിട്ട് വിലയുണ്ട്. ഇപ്പം വീട്ടിലുള്ളവരെ വിലപ്പെട്ടവരായിട്ട് കണ്ടാൽ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും. വീട്ടിലുള്ളവരെ വിലപ്പെട്ടവരായിട്ട് കാണണം. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ വില കൊടുക്കാൻ പരാജയപ്പെടും. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു ബ്രദർ എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേക്കണമെന്ന്. ഈ സഹോദരന്റെ ജീവിതത്തിൽ 5 മണി എന്ന മണി കണ്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കെല്ലാം സംശയം. കാരണം അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് 6:10 മുമ്പാ പ്രാർത്ഥനയാകുമ്പോൾ ഓടിയെത്തും, ഉടുപ്പൊരുവിധമിട്ട് കയറൊക്കെ മേക്കൊന്ന് കെട്ടി മുടിയൊക്കെ ഒരുവിധം കോമ്പിയിട്ട് എങ്ങനെയോ കയറി വരും. ഈ 6 മണിക്ക് എല്ലാ ദിവസവും. അതേ സമയത്ത് ഞങ്ങൾക്കൊരു അവധിക്കാലം വന്നു. ക്രിസ്മസിന് ഡിസംബർ മാസം 26-ാം തീയതി രാവിലെ 5:30 കുർബാന, 6:30 എല്ലാവർക്കും വീട്ടിപ്പോവാം. പിന്നെ ജനുവരി 15-ാം തീയതി വന്നാൽ മതി. 15-ാം തീയതി വൈകുന്നേരം 6 മണിക്കകം ആശ്രമത്തിൽ വന്ന് കയറണമെന്നാണ് നിയമം. ഈ 26-ാം തീയതി രാവിലെ ഈ കക്ഷി 3:30 കഴിഞ്ഞപ്പോഴേ ചാടി എഴുന്നേറ്റു. കാരണം വീട്ടിൽ പോകാമല്ലോ. കുർബാന ആകാഞ്ഞിട്ട് ഇങ്ങനെ വാച്ചിന്റെ സൂചിയും തിരിച്ചിരിക്കുക. 5:30 മണി എന്ന് പറയുന്ന ആ മണി ആകുന്നില്ല. നോക്കിയൊന്നും 5:30 കുർബാന കഴിഞ്ഞ് കാപ്പി പോലും കുടിക്കാതെ സൂട്ട് കേസ് നോക്കിയോണ്ട് ഒറ്റ ഓട്ടം. കാരണം വീട്ടിലോട്ട് പോവുക. അതെല്ലാം കഴിഞ്ഞ് 15-ാം തീയതി തിരിച്ചു വന്നു. ഗതികേടിന് വണ്ടി 4 മണിക്ക് എത്തിപ്പോയി. 6 മണിക്ക് വന്നാൽ മതി ആശ്രമത്തിൽ. സൂട്ട് കേസ് കൊണ്ട് മുറി വെച്ചിട്ട് പുറത്തേക്ക് ഒറ്റ ചാട്ടം. എന്നിട്ട് മൈതാനത്തോടെ ഇങ്ങനെ നടക്കുക. അപ്പൊ സുപ്പിയറേച്ചൻ ചോദിച്ചു, ഇതന്നെ കയറുന്നില്ലേ, വന്നിട്ട് എന്നാ പുറത്ത് നിൽക്കുന്നത്? അതിനിപ്പോ എന്നാ വെച്ചാ ഇനിയും 2 മണിക്കൂറുണ്ടല്ലോ, 6 കയറിയാ പോരെ. കാരണം ആ ആൾക്ക് ആശ്രമം വീട് പോലെ ആയിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങൾ കൂടെയുള്ള ആൾക്കാര് ആ വ്യക്തിക്ക് ഒരു വീട്ടന്തരീക്ഷം സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് അവന്റെ വീട് ഇപ്പോഴും പഴയ വീട് തന്നെയാ. എവിടുന്ന് പോന്നോ അതാണ് വീട്. ഇപ്പം കൂടെയുള്ളവർ വീട്ടന്തരീക്ഷം സൃഷ്ടിച്ചില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞാലും ഭാര്യയുടെ അപ്പനും അമ്മയും ആരായിരിക്കും? ആദ്യത്തെ അപ്പനും അമ്മയും തന്നെയായിരിക്കും. കാരണം ഭർത്താവ് ഒരു വീട്ടന്തരീക്ഷം സൃഷ്ടിച്ച് ഭാര്യയ്ക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പിന്നെ എന്നും ഓർമ്മ സ്വന്തം അപ്പൻ, അമ്മ, ആങ്ങളമാര്, സഹോദരിമാര്. കാരണം അവരെ പരിഗണിക്കുന്നുള്ളൂ. ഈ മനുഷ്യൻ ഒരു വീട്ടന്തരീക്ഷം കൊടുക്കാൻ പരാജയപ്പെടും. അതുപോലെ തന്നെ ഈ ഭർത്താവിന് ഒരു കുടുംബാന്തരീക്ഷം കൊടുക്കാൻ ഭാര്യ പരാജയപ്പെട്ടാലോ എപ്പോഴും അവന്റെ അപ്പൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ അതിലേക്ക് തിരിച്ചു പോകും. അങ്ങനെയൊക്കെ ഉള്ളവരെ പോലും ഒരു സ്ത്രൈണ ഭാവത്തോടുകൂടി കയ്യിലേക്ക് എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. എടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുള്ളവരെ വിലപ്പെട്ടവരായിട്ട് കാണുമ്പം കുടുംബജീവിതം വിശുദ്ധമായിട്ട് മാറും. അങ്ങനെ മാറ്റാൻ നമുക്ക് കഴിയണം. പരാജയപ്പെട്ട മേഖലകളുണ്ടോ തിരുത്താനാണ് വാർഷിക ധ്യാനത്തിന്റെ അവസരങ്ങള്. ദാമ്പത്യ ബന്ധങ്ങളിൽ വീഴാത്തവരാരുമില്ല ഈ ഭൂമിയിൽ. എത്ര വിശ്വസ്തയോടെ ദൈവം ഒരു സ്ത്രീയെ പുരുഷന്റെ ഏൽപ്പിച്ചത്, എത്ര വിശ്വസ്തയോടെ പുരുഷനെ സ്ത്രീയുടെ ഏൽപ്പിച്ചിരിക്കുന്നത്, എത്ര സ്നേഹത്തോടും വിശ്വാസത്തോടും. കർത്താവായ യേശു തന്റെ മണവാട്ടിയായ തിരുസഭയെ ശിമയോൻ പത്രോസിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചു, പത്രോസേ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചിട്ടാണ് സഭയെ പത്രോസിന്റെ കയ്യിൽ ഈശോ ഏൽപ്പിച്ചത്. ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ സന്യാസത്തിലും 3 ഉറപ്പേരുണ്ട്: ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. കാരണം 3-നൊരു പ്രത്യേകതയുണ്ട്. 3 കാരണം ബൈബിൾ സംഖ്യയാണ് 3.
യോന 3 നാൾ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നു. ഈശോ 3 നാൾ കല്ലറയ്ക്ക് ഉള്ളിൽ വസിക്കുന്നു. 3 ഈശോ പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിച്ചാൽ 3-ാം ദിവസം ഞാൻ പണിത് ചേർത്താം. കാരണം ഈ ബിബ്ലിക്കൽ നമ്പരാണ് 3. ത്രിത്വത്തിൽ 3 ആളുകള്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം ഈ 3-ന് വലിയ പ്രത്യേകതയുണ്ട്. 3-ന് ഒരു ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് വന്നേരത്ത് ഭാര്യ കാപ്പി എടുത്തിട്ട് കാപ്പിക്കകത്ത് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. അവൻ ചോദിച്ചു, അതിനാടി ഈ 3? ത്രിത്വത്തെ ഓർത്തോണ്ട മനുഷ്യ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവൻ പറയും, എന്റെ അടി കാപ്പി പഞ്ചാരയൊക്കെ ഇടുമ്പോൾ നീ ദൈവത്തെ ഓർത്ത് ത്രിത്വത്തെ ഓർക്കല്ലേ, സകല പുണ്യാളന്മാരെ ഓർത്തോണ്ട് നീ അങ്ങോട്ടോളാൻ പറഞ്ഞു. അപ്പൊ 3 എന്ന സംഖ്യക്ക് പ്രത്യേകതയുണ്ട്. ഒരു ബിബ്ലിക്കൽ നമ്പർ 3. ഞങ്ങൾ കേട്ടു 3 കെട്ടുകൾ. 1 ദാരിദ്ര്യം, 1 അനുസരണം, 2 ദാരിദ്ര്യം, അല്ലെങ്കിൽ 1 അനുസരണം, 2 ബ്രഹ്മചര്യം. സാധാരണ ഏറ്റവും മുകളിലത്തെ കെട്ടിനാണ് ഞങ്ങൾ ദാരിദ്ര്യം എന്ന് പറയുക. കാരണം നല്ല ഭക്ഷണം കിട്ടുമ്പോൾ ദാരിദ്ര്യം അയക്കാം, മുറുകാം, ആ പരുവത്തെ കെട്ടിയിടുമെന്നാണ്. അപ്പൊ 3-ന് അർത്ഥമുണ്ട്. 3 എന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പം 3 പ്രാവശ്യം ചോദിച്ച് ഉറപ്പിച്ചിട്ടാണ് ഈശോ പത്രോസിന്റെ കയ്യിൽ തന്റെ മണവാട്ടിയായ സഭയെ ഏൽപ്പിക്കുക. 3 പ്രാവശ്യം ചോദിച്ച് ഉറപ്പിച്ചിട്ടാണ്. 3 പ്രാവശ്യം. എന്തായിരുന്നു ഈ ചോദ്യമാ നിങ്ങളോടും സംഭവിച്ചത്? പെണ്ണ് കാണാൻ ചെന്നു, ചെറുക്കനെ കാണാൻ ചെന്നു. ഉടനെ ചോദിച്ചു, പൊന്നു മോളെ, ഭൂമിയിൽ പല ആണുങ്ങളെയും നീ കുറെ നാൾ കഴിയുമ്പം കാണാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെ സാധ്യതയുണ്ടെങ്കിലും ഈ ഞാഞ്ഞൂല് പോലെ വളഞ്ഞിരിക്കുന്ന കുഞ്ഞുഞ്ഞിനെ ലോകത്തുള്ള എല്ലാ ആണുങ്ങളെക്കാൾ അധികമായി നീ ഇഷ്ടപ്പെടുന്നു. കർത്താവെ സ്നേഹിക്കുന്നു. പൊന്നുമോനെ കുഞ്ഞുഞ്ഞെ, ഒരുപാട് പെണ്ണുങ്ങളെ നീ കാണും. ഇങ്ങനെയൊക്കെ കണ്ടാലും ഈ ഉണക്കപ്പാമ്പാട പോലെ ഞെളിഞ്ഞിരിക്കുന്ന ഇവളെ നീ ഇഷ്ടപ്പെടുന്നു. കർത്താവെ സ്നേഹിക്കുന്നു. ഇതാണ് പെണ്ണ് കാണൽ അല്ലെങ്കിൽ ചെറുക്കൻ കാണൽ. എന്നിട്ടും ഒരു സംശയം. 1 മാസം കഴിഞ്ഞ് ബിട്രോത്തിൽ വെച്ചു ഒത്തുകല്യാണത്തിന് 2ാമത്തെ ചോദ്യം, പൊന്നുമോനെ കുഞ്ഞുഞ്ഞെ, പണ്ട് പറഞ്ഞാൽ ഇപ്പം മാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല കർത്താവെ സ്നേഹിക്കുന്നു. പൊന്നുമോളെ, നിനക്ക് മനമാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല തമ്പുരാനെ സ്നേഹിക്കുന്നു. അത് 2ാമത്തെ സമ്മതം മൂളൽ. 3ാമത് കല്യാണ ദിവസം വീഡിയോക്കാരൻ അനങ്ങുന്ന ഫോട്ടോ, ക്യാമറക്കാരൻ ചലിക്കാത്ത ഫോട്ടോ, 10-300 പേര് സാക്ഷി, 1-ാം തരം ഭക്ഷണം, ഇതെല്ലാം ക്രമീകരിച്ചിട്ട് അവസാനമായിട്ട് ചോദിക്കുകയാണ്, പൊന്നുമോനെ കുഞ്ഞുഞ്ഞെ, ഭൂമിയിൽ നീ ഒരുപാട് പെണ്ണുങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. വരും കാലങ്ങളിൽ ഐശ്വര്യ റോയ്, പ്രിയങ്ക ചോപ്ര, സുഷ്മിതാസൻ, മിസ് വെനിസുല, ഒത്തിരി എണ്ണത്തെ കാണും. ഇവരെയൊക്കെ കണ്ടാലും മനസ്സ് മാറി പോവോ, അതോ ഇവളെ മരണം വരെ നീ സ്നേഹിക്കുവോ? കർത്താവെ സ്നേഹിക്കുന്നു. ഇവളോടും പറഞ്ഞു, പൊന്നുമോളെ, നീയും കാണും ക്രിക്കറ്റ് താരങ്ങള്, ഫുട്ബോൾ താരങ്ങൾ, സിനിമാ താരങ്ങള്, ചാനൽ കഥാപാത്രങ്ങള്, ഒരുപാട് പേരെ കാണും. അവരെയൊക്കെ കണ്ടാലും അതിലുപരിയായിട്ട് ഈ എലുമ്പം മനുഷ്യനെ നീ മരണം വരെ സ്നേഹിക്കുവോ? കർത്താവെ സ്നേഹിക്കും. ഇങ്ങനെ സ്നേഹിച്ചുറപ്പിച്ച ഒരു ഭാര്യ, വിളിച്ച് പറഞ്ഞുറപ്പിച്ചിട്ട ഒരു പുരുഷന്റെ കയ്യിൽ ഭാര്യയെ ഏൽപ്പിച്ചത്, ഒരു ഭാര്യയുടെ കയ്യിൽ ഭർത്താവിനെ ഏൽപ്പിച്ചത്. ഇത്രയും വിശുദ്ധവും വിശിഷ്ടവുമായിട്ട് വിവാഹമെന്ന കൂദാശയെ ദൈവം സ്ഥാപിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ ദൈവം ഒരുമിച്ചപ്പോൾ എന്റെ വീട് ഒരു ബാബേൽ ഗോപുരമാണെങ്കിൽ സിയോൻ മാളികയായി മാറ്റണം. അതോടൊപ്പം തന്നെ വീട്ടിൽ 2 അനുഭവങ്ങൾ കൊടുക്കണം. ഓരോ വീടും ഒരു കാനാൻ ദേശമാകണം. വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു സ്ഥലമാ കാനാൻ ദേശം. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങൾ. 1 പാല്, 2 തേൻ. കാനാൻ ദേശത്ത് ഒഴുകിയ 2 യാഥാർത്ഥ്യങ്ങളാ പാലും തേനും. കുടുംബത്തിൽ ദമ്പതിമാർ പരസ്പരം ഈ 2 അനുഭവങ്ങൾ കൊടുക്കണം. പാലനുഭവം, തേനനുഭവം. എന്താണ് പാല്? നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ സ്വീകരിക്കുന്നതെല്ലാം പാല്. കഴിക്കാൻ ഭക്ഷണം, താമസിക്കാൻ വീട്, കുടിക്കാനായിട്ട് വെള്ളം, ആവശ്യത്തിന് മരുന്ന്, ഉടുക്കാനുള്ള തുണി, പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം കൊടുക്കുമ്പം പാലനുഭവമാണ്. ബേസിക് നീഡ്സുകൾ മുഴുവൻ മീറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന വാക്ക് പാലനുഭവം. 2 തേനനുഭവം. പല കുടുംബത്തിലും പാലനുഭവം കൊടുക്കും, ഈ തേനനുഭവം കൊടുക്കാൻ പരാജയപ്പെടാറുണ്ട്. എന്താണ് തേനനുഭവം? തേനനുഭവം എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള ഒരു കൺസലേഷൻ, ഇമോഷണൽ കൺസലേഷൻ, അത് കൊടുക്കുന്നതാണ് തേനനുഭവം. ഉദാഹരണത്തിന്, ഭർത്താവിന് ഒരുപാട് മനപ്രയാസവും വേദനയും വന്നു. നാട്ടുകാരൊക്കെ ഭർത്താവിനെ വിളിക്കുക കള്ളൻ, ദ്രോഹി, പാര. ഇതെല്ലാം കേട്ട ഭർത്താവ് മനപ്രയാസത്തോടെ മുറി വന്ന് കുത്തിയിരിക്കുമ്പം പണ്ടേ ചൊരുക്കുള്ള ഭാര്യ എന്നിട്ട് പറയാ, എന്നാത്തിനാട്ടോ കള്ളക്കണ്ണി ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? ആൾക്കാർ പാരയെന്ന് വിളിച്ചിട്ടാണോ? താൻ വെറും പാരയാണോ? എനിക്കല്ലേ അറിയത്തുള്ളൂ. ഊരാ പാര, അനുഭവിക്കുക. ഇങ്ങനെ പറയുന്നവൾ ബുദ്ധിപ്പിച്ചാണ്. അതുപോലെ ഭാര്യയോട് മക്കളും മരുമക്കളും ഒക്കെ എന്തോ കുത്തുവാക്ക് പറഞ്ഞു. അവളെങ്ങനെ നിറഞ്ഞ കണ്ണുമായിട്ട് മുറിക്കാതിരിക്കുമ്പം കെട്ടിയാൻ വന്നിട്ട് പറയാ, കെട്ടിക്കൊണ്ട് വന്ന നാള് മുതൽ അമ്പലക്കാളയോട് മൂക്കേരം പൊടിച്ച് നടന്നതല്ലേ, ദൈവം നീതിമാനാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കുത്തിയിരുന്ന് അനുഭവിക്കടി. പറയുന്നവൻ മുതുപിശാചാണ്, രാക്ഷസനാണ്. ഈ തേനനുഭവം കൊടുക്കുന്നവനാണെ പറയും, എടി പൊട്ടി എന്തിനാ കരയുന്നു?
മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കുതിക്കരുതെന്ന് കാരണന്മാർ പറഞ്ഞിട്ടില്ലേ? ധൈര്യമായിട്ടിരിക്കുക. മക്കള് പക്ഷി കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. പപ്പും തൂവലും മുളയ്ക്കുമ്പോൾ പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും. നമ്മൾ തുറമുഖം, മക്കള് കപ്പല് പോകും, തുറമുഖം നിൽക്കും. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. ഈ പറച്ചിലാണ് തേനനുഭവം. ഈ തേനനുഭവം കൊടുക്കാൻ പറ്റണം. മനപ്രയാസം വരുമ്പോൾ ആശ്വാസം കൊടുത്ത് കൂടെ ഇരിക്കുക. വൈകാരിക മുറിവുകളിൽ സാന്ത്വനത്തിന്റെ സ്പർശനവുമായിട്ട് ഒപ്പം ഇരിക്കുമ്പം തേനനുഭവം. പലപ്പോഴും പാലനുഭവങ്ങൾ കൊടുക്കും. പക്ഷെ വല്ല കുറവുകൊണ്ടോ ആത്മഹത്യ നടക്കുന്നതും കൊലപാതകം നടക്കുന്നതും തിന്നാനും കുടിക്കാനും കുറവുള്ള പരിക്കകത്തല്ല. പിന്നെയോ ഈ തേനനുഭവം നഷ്ടപ്പെട്ടെടുത്ത, സപ്പോർട്ട് നഷ്ടപ്പെട്ടെടുത്ത, വൈകാരിക തലങ്ങളിലുള്ള ഒരു സൗമ്യ സാന്നിധ്യം, ഇതില്ലെങ്കിൽ കുടുംബം തകർന്നു. ഇപ്പൊ എന്റെ വീട് ഒരു കാനാൻ ദേശമായിട്ട് മാറ്റണം. എന്റെ വീട് ഒരു സിയോൻ മാളിക പോലെ മാറണം. അങ്ങനെ മാറണമെന്ന് വരിയിൽ ദമ്പതിമാർക്കിടയിൽ 5 പക്വതകൾ ഉണ്ടായിരിക്കണം. നമ്മൾ പറയും 5 മെച്യൂരിറ്റീസ് ഇൻ മാരീഡ് ലൈഫ്. വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 റിങ്ങുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കല്യാണം 3 റിങ്ങുകളാണ്. 1 എൻഗേജ്മെന്റ് റിംഗ്, 2 വെഡിങ് റിംഗ്, പിന്നെ ആരംഭിക്കുന്ന സഫറിംഗ്. ഈ 3 റിങ്ങുകളാണ്. അപ്പൊ ഈ 3 റിങ്ങുകളിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന് വരികിൽ വിവാഹ ജീവിതത്തിൽ 5 പക്വതകള് ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകണം. 5 പക്വതകൾ. ഈ 5 പക്വതകൾ ഉണ്ടെന്ന് വരിക മാത്രമേ ദാമ്പത്യ ജീവിതത്തെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 1 ഫിസിക്കൽ മെച്യൂരിറ്റി, ശാരീരിക പക്വത. അതായത് ഒരു പുരുഷന്റേതായ ശരീരഘടനകളും അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള സാധ്യതയുമുള്ള ഒരു പുരുഷന്റെ പ്രത്യേകത. വിവാഹത്തിന് ശേഷം മക്കൾ ഉണ്ടാവുകയോ ഉണ്ടാതിരിക്കുകയോ ചെയ്യുക, അത് നമുക്ക് പറയാൻ പറ്റിയല്ല. പ്രത്യക്ഷത്തിലുള്ള പുരുഷഭാവങ്ങൾ മുഴുവൻ ഒരു പുരുഷന്, അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ സ്ത്രൈണഭാവങ്ങളും ശരീരഘടനയും ഒരു സ്ത്രീക്ക്. അതിന് വിളിക്കുന്ന വാക്കാണ് ഫിസിക്കൽ മെച്യൂരിറ്റി. അത് എത്തുന്നത് നമ്മുടെയൊക്കെ ഇന്ത്യയുടെ ചിത്രത്തിൽ പറയുക, പുരുഷന് 21 വയസ്സും ഭാര്യയ്ക്ക് 18 വയസ്സും. അതാണ് വിവാഹ പ്രായത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സമയവും മറ്റുമൊക്കെ കാലങ്ങള്. അത് ആ പ്രകാരമാ വൈദ്യശാസ്ത്രത്തിൽ, മെഡിക്കൽ സയൻസിൽ ഒരു മച്യൂരിറ്റി സ്റ്റേജ്, ഫിസിക്കൽ മച്യൂരിറ്റി എന്ന് പറയാ. അപ്പൊ അത്രയെങ്കിലും ഉള്ള പക്വത. 1 ശാരീരിക പക്വത. 2 ഇമോഷണൽ മച്യൂരിറ്റി. ഇമോഷണൽ മച്യൂരിറ്റി വേണം. വൈകാരിക പക്വത. ക്ഷിപ്രകോപം വരുത്, എടുത്തുചാട്ടം വരുത്. ഒരു ചെറിയ പ്രശ്നം വന്നു, കെട്ടിയോള് ഞാൻ തൂങ്ങിച്ചാകാൻ പോവാ, ഉടനെ ഇവനും ഞാനും കൂടെ പോന്നേക്കാം. ഈ രീതിയിലുള്ള വൈകാരിക പക്വതയില്ലായ്മ. ഒരു കൊച്ചു പ്രശ്നം വന്നു, ഉടനെ ചത്തേക്കാം. പിള്ളേരെ നോക്കി ഗുണമില്ലാതൊക്കെ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. കെട്ടിയവനെ നോക്കി കാലമാടൻ ഒടുങ്ങി പോകത്തേ ഉള്ളൂ. ഉടനെ നീ ചത്താൽ മതി, എനിക്ക് വേറെ കെട്ടാമായിരുന്നു. എന്തെല്ലാം അന്തസ്സില്ലാത്ത വർത്തമാനങ്ങളാ. ഇത് വൈകാരിക പക്വതയുടെ കുറവാണ്. ഒരു വൈകാരിക പക്വത ഉണ്ടെന്ന് വരിയിൽ ഓർക്കണം. ഒരപ്പന്റെ വില ഒരു ഭർത്താവിന്റെ നില, ഒരമ്മയുടെ ഡീസൻസി, ഭാര്യയുടെ ഡിഗ്നിറ്റി. അല്ലാത്ത വാക്കുകൾ പോലും നമ്മൾ പറയരുത്. വൈകാരിക തലത്തിൽ പക്വതയുള്ളവരായിട്ട് ജീവിക്കുക. ഇമോഷണൽ മച്യൂരിറ്റി. ഏതൊരു പ്രശ്നം വന്നാലും അതിനെ പക്വതയോടെ ഫേസ് ചെയ്യുക. ഏത് കുരിശ് വന്നാലും രണ്ടുപേരും ഒരുമിച്ച് ചെല്ലും. ഈ മാനസിക പക്വത കാണിച്ചയാളെ, വൈകാരിക പക്വത കാണിച്ചവിടാ പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവും ദേവാലയത്തിൽ മോനെ കാഴ്ചവെക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 12-ാം വയസ്സ് ദേവാലയം കാണിക്കാൻ കൊണ്ടുപോവുക ജെറുസലേം തിരുനാളിന്. തിരിച്ചു പോകുന്ന വഴി ഈശോയെ കണ്ടില്ല. ഈ വൈകാരിക പക്വത എനിക്ക് എന്തെല്ലാം കൂട്ടയടി നടക്കാൻ കണ്ടുമുട്ടിയപ്പം അല്ലെങ്കിലും തന്നെ കൂടെ എല്ലാത്തിനുള്ള ഒരു കൊച്ചിനെ പോലും നോക്കാൻ കഴിവില്ലാതെ മനുഷ്യൻ ആണാന്ന് പറഞ്ഞ് നടന്നാൽ മതി. ചെറുക്കനെ കണ്ടില്ലല്ലോ, മറിയത്തിന് തട്ടിക്കയറാം. നീ അല്ലടി നോക്കണത്, എന്നെ അടുക്കുകയായിരുന്നു. മറിയത്തോട് തട്ടിക്കയറുന്ന യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവും മാതാവൊക്കെ എന്നും നല്ല ഐക്യത്തിലും സമാധാനത്തിലാണ് ജീവിച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് ഇവരെക്കുറിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ്, വണ്ടിക്കാരൊക്കെയാണ്. യോസേപ്പ് പിതാവിനെയും മാതാവിനെയും കൂടെ മേളം വെപ്പിക്കാൻ തുടങ്ങി. ഈയിടെ പേപ്പറിനകത്ത് വായിക്കുന്നത് കേട്ടു, സെന്റ് ജോസഫ് സെന്റ് മേരിക്കിട്ട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വാർത്ത കിടക്കുന്നതാണ്. പക്ഷേ ജീവിതത്തിൽ അവര് ആരോടും പിണങ്ങിയിട്ടുമില്ല, വഴക്കടിച്ചിട്ടുമില്ല. ഒരു നല്ല വൈകാരിക പക്വത അവരുടെ ഇടയിലുണ്ടായിരുന്നു. ഇവളോടും പറഞ്ഞു, പൊന്നുമോളെ നീയും കാണും ക്രിക്കറ്റ് താരങ്ങള്, ഫുട്ബോൾ താരങ്ങൾ, സിനിമാ താരങ്ങള്, ചാനൽ കഥാപാത്രങ്ങള്, ഒരുപാട് പേരെ കാണും. അവരെയൊക്കെ കണ്ടാലും അതിലുപരിയായിട്ട് ഈ എലുമ്പം മനുഷ്യനെ നീ മരണം വരെ സ്നേഹിക്കുവോ? ഉപകർത്താവെ സ്നേഹിക്കും. ഇങ്ങനെ സ്നേഹിച്ചുറപ്പിച്ച ഒരു ഭാര്യ, വിളിച്ച് പറഞ്ഞുറപ്പിച്ചിട്ട ഒരു പുരുഷന്റെ കയ്യിൽ ഭാര്യയെ ഏൽപ്പിച്ചത്, ഒരു ഭാര്യയുടെ കയ്യിൽ ഭർത്താവിനെ ഏൽപ്പിച്ചത്. ഇത്രയും വിശുദ്ധവും വിശിഷ്ടവുമായിട്ട് വിവാഹമെന്ന കൂദാശയെ ദൈവം സ്ഥാപിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ ദൈവം ഒരുമിച്ചപ്പോൾ എന്റെ വീട് ഒരു ബാബേൽ ഗോപുരമാണെങ്കിൽ സിയോൻ മാളികയായി മാറ്റണം. അതോടൊപ്പം തന്നെ വീട്ടിൽ 2 അനുഭവങ്ങൾ കൊടുക്കണം. ഓരോ വീടും ഒരു കാനാൻ ദേശമാകണം. വേദപുസ്തകത്തിലെ മനോഹരമായ സ്ഥലമാ കാനാൻ ദേശം. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങൾ. 1 പാല്, 2 തേന്. കാനാൻ ദേശത്ത് ഒഴുകിയ 2 യാഥാർത്ഥ്യങ്ങളാ പാലും തേനും.
കുടുംബത്തിൽ ദമ്പതിമാർ പരസ്പരം ഈ രണ്ട് അനുഭവങ്ങൾ കൊടുക്കണം. പാലനുഭവം, തേനനുഭവം. എന്താണ് പാല്? നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ സ്വീകരിക്കുന്നതെല്ലാം പാല്. കഴിക്കാൻ ഭക്ഷണം, താമസിക്കാൻ വീട്, കുടിക്കാനായിട്ട് വെള്ളം, ആവശ്യത്തിന് മരുന്ന്, ഉടുക്കാനുള്ള തുണി, പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം കൊടുക്കുമ്പം പാലനുഭവമാണ്. ബേസിക് നീഡ്സുകൾ മുഴുവൻ മീറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന വാക്ക് പാലനുഭവം. 2, തേനനുഭവം. പല കുടുംബത്തിലും പാലനുഭവം കൊടുക്കും, ഈ തേനനുഭവം കൊടുക്കാൻ പരാജയപ്പെടാറുണ്ട്. എന്താണ് തേനനുഭവം? തേനനുഭവം എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള ഒരു കൺസലേഷൻ, ഇമോഷണൽ കൺസലേഷൻ, അത് കൊടുക്കുന്നതാണ് തേനനുഭവം. ഉദാഹരണത്തിന്, ഭർത്താവിന് ഒരുപാട് മനപ്രയാസവും വേദനയും വന്നു. നാട്ടുകാരൊക്കെ ഭർത്താവിനെ വിളിക്കുക കള്ളൻ, ദ്രോഹി, പാര. ഇതെല്ലാം കേട്ട ഭർത്താവ് മനപ്രയാസത്തോടെ മുറി വന്ന് കുത്തിയിരിക്കുമ്പം പണ്ടേ ചൊരുക്കുള്ള ഭാര്യ എന്നിട്ട് പറയാ, ഇതിനകത്തിനവിടെ കള്ളക്കണ്ണി ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ പാരയെന്ന് വിളിച്ചിട്ടാണോ? താൻ വെറും പാരയാണോ? എനിക്കല്ലേ അറിയത്തുള്ളൂ. ഊരാ പാര, അനുഭവിക്കടോ അനുഭവിക്കുക. ഇങ്ങനെ പറയുന്നവൾ ബുദ്ധിപ്പിച്ചാണ്. അതുപോലെ ഭാര്യയോട് മക്കളും മരുമക്കളും ഒക്കെ എന്തോ കുത്തുവാക്ക് പറഞ്ഞു. അവളെങ്ങനെ നിറഞ്ഞ കണ്ണുമായിട്ട് മുറിക്കാതിരിക്കുമ്പം കെട്ടിയാൻ വന്നിട്ട് പറയാ, കെട്ടിക്കൊണ്ട് വന്ന നാള് മുതൽ അമ്പലക്കാളുകളുടെ മൂക്കേരം പൊട്ടിച്ച് നടന്നതല്ലേ, ദൈവം നീതിമാനാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കുത്തിയിരുന്ന് അനുഭവിക്കടി. പറയുന്നവൻ മുതുപിശാചാണ്, രാക്ഷസനാണ്. ഈ തേനനുഭവം കൊടുക്കുന്നവരാണെ പറയും, എടി പൊട്ടി എന്തിനാ കരയുന്നു? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കുതിക്കരുതെന്ന് കാരണന്മാര് പറഞ്ഞിട്ടില്ലേ? ധൈര്യമായിട്ടിരിക്കുക. മക്കള് പക്ഷി കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. പപ്പും തൂവലും മുളയ്ക്കുമ്പോൾ പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും. നമ്മൾ തുറമുഖം, മക്കള് കപ്പല് പോകും, തുറമുഖം നിൽക്കും. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. ഈ പറച്ചിലാണ് തേനനുഭവം. ഈ തേനനുഭവം കൊടുക്കാൻ പറ്റണം. മനപ്രയാസം വരുമ്പോൾ ആശ്വാസം കൊടുത്ത് കൂടെ ഇരിക്കുക. വൈകാരിക മുറിവുകളിൽ സാന്ത്വനത്തിന്റെ സ്പർശനവുമായിട്ട് ഒപ്പം ഇരിക്കുമ്പം തേനനുഭവം. പലപ്പോഴും പാലനുഭവങ്ങൾ കൊടുക്കും. പക്ഷെ വല്ല കുറവുകൊണ്ടോ ആത്മഹത്യ നടക്കുന്നതും കൊലപാതകം നടക്കുന്നതും തിന്നാനും കുടിക്കാനും കുറവുള്ള പരിക്കകത്തല്ല. പിന്നെയോ ഈ തേനനുഭവം നഷ്ടപ്പെട്ടെടുത്ത, സപ്പോർട്ട് നഷ്ടപ്പെട്ടെടുത്ത, വൈകാരിക തലങ്ങളിലുള്ള ഒരു സൗമ്യ സാന്നിധ്യം, ഇതില്ലെങ്കിൽ കുടുംബം തകർന്നു. ഇപ്പൊ എന്റെ വീട് ഒരു കാനാൻ ദേശമായിട്ട് മാറ്റണം, എന്റെ വീട് ഒരു സിയോൻ മാളിക പോലെ മാറണം. അങ്ങനെ മാറണമെന്ന് വരിയിൽ ദമ്പതിമാർക്കിടയിൽ 5 പക്വതകൾ ഉണ്ടായിരിക്കണം. നമ്മൾ പറയും 5 മെച്യൂരിറ്റീസ് ഇൻ മാരീഡ് ലൈഫ്. വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 റിങ്ങുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കല്യാണം 3 റിങ്ങുകളാണ്. 1 എൻഗേജ്മെന്റ് റിംഗ്, 2 വെഡിങ് റിംഗ്, പിന്നെ ആരംഭിക്കുന്ന സഫറിംഗ്. ഈ 3 റിങ്ങുകളാണ്. അപ്പൊ ഈ 3 റിങ്ങുകളിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന് വരിയിൽ വിവാഹ ജീവിതത്തിൽ 5 പക്വതകള് ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകണം. 5 പക്വതകൾ. ഈ 5 പക്വതകൾ ഉണ്ടെന്ന് വരിക മാത്രമേ ദാമ്പത്യ ജീവിതത്തെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 1 ഫിസിക്കൽ മെച്യൂരിറ്റി, ശാരീരിക പക്വത. അതായത് ഒരു പുരുഷന്റേതായ ശരീരഘടനകളും അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള സാധ്യതയുമുള്ള ഒരു പുരുഷന്റെ പ്രത്യേകത. വിവാഹത്തിന് ശേഷം മക്കൾ ഉണ്ടാവോ ഉണ്ടാതിരിക്കുകയോ ചെയ്യാം, അത് നമുക്ക് പറയാൻ പറ്റിയല്ല. പ്രത്യക്ഷത്തിലുള്ള പുരുഷഭാവങ്ങൾ മുഴുവൻ ഒരു പുരുഷന്, അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ സ്ത്രൈണഭാവങ്ങളും ശരീരഘടനയും ഒരു സ്ത്രീക്ക്. അതിന് വിളിക്കുന്ന വാക്കാണ് ഫിസിക്കൽ മെച്യൂരിറ്റി. അത് എത്തുന്നത് നമ്മുടെയൊക്കെ ഇന്ത്യയുടെ ചിത്രത്തിൽ പറയുക, പുരുഷന് 21 വയസ്സും ഭാര്യയ്ക്ക് 18 വയസ്സും. അതാണ് വിവാഹ പ്രായത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സമയവും മറ്റുമൊക്കെ കാലങ്ങള്. അത് ആ പ്രകാരമാ വൈദ്യശാസ്ത്രത്തിൽ, മെഡിക്കൽ സയൻസിൽ ഒരു മെച്യൂരിറ്റി സ്റ്റേജ്, ഫിസിക്കൽ മെച്യൂരിറ്റി എന്ന് പറയാ. അപ്പൊ അത്രയെങ്കിലുമുള്ള പക്വത. 1 ശാരീരിക പക്വത. 2 ഇമോഷണൽ മെച്യൂരിറ്റി. ഇമോഷണൽ മെച്യൂരിറ്റി വേണം. വൈകാരിക പക്വത. ക്ഷിപ്രകോപം വരുത്, എടുത്തുചാട്ട വരുത്. ഒരു ചെറിയ പ്രശ്നം വന്നു, കെട്ടിയോള് ഞാൻ തൂങ്ങിച്ചാകാൻ പോവാ, ഉടനെ ഇവനും ഞാനും കൂടെ പോന്നേക്കാം. ഈ രീതിയിലുള്ള വൈകാരിക പക്വതയില്ലായ്മ. ഒരു കൊച്ചു പ്രശ്നം വന്നു, ഉടനെ ചത്തേക്കാം. പിള്ളേരെ നോക്കി ഗുണമില്ലാതൊക്കെ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. കെട്ടിയനെ നോക്കി കാലമാടൻ ഒടുങ്ങി പോകത്തേ ഉള്ളൂ. ഉടനെ നീ ചത്താൽ മതി, എനിക്ക് വേറെ കെട്ടാമായിരുന്നു. എന്തെല്ലാം അന്തസ്സില്ലാത്ത വർത്തമാനങ്ങളാ. ഇത് വൈകാരിക പക്വതയുടെ കുറവാണ്. ഒരു വൈകാരിക പക്വത ഉണ്ടെന്ന് വരിയിൽ ഓർക്കണം. ഒരപ്പന്റെ വില ഒരു ഭർത്താവിന്റെ നില, ഒരമ്മയുടെ ഡീസൻസി, ഭാര്യയുടെ ഡിഗ്നിറ്റി. അല്ലാത്ത വാക്കുകൾ പോലും നമ്മൾ പറയരുത്. വൈകാരിക തലത്തിൽ പക്വതയുള്ളവരായിട്ട് ജീവിക്കുക. ഇമോഷണൽ മെച്യൂരിറ്റി. ഏതൊരു പ്രശ്നം വന്നാലും അതിനെ പക്വതയോടെ ഫേസ് ചെയ്യുക. ഏത് കുരിശ് വന്നാലും രണ്ടുപേരും ഒരുമിച്ച് ചെല്ലും. ഈ മാനസിക പക്വത കാണിച്ചയാളെ, വൈകാരിക പക്വത കാണിച്ചവിടാ പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവും ദേവാലയത്തിൽ മോനെ കാഴ്ചവെക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 12-ാം വയസ്സ് ദേവാലയം കാണിക്കാൻ കൊണ്ടുപോവുക ജെറുസലേം തിരുനാളിന്. തിരിച്ചു പോകുന്ന വഴി ഈശോയെ കണ്ടില്ല.
ഈ വൈകാരിക പക്വത എനിക്ക് എന്തെല്ലാം കൂട്ടയടി നടക്കാൻ കണ്ടുമുട്ടിയപ്പം അല്ലെങ്കിലും തന്നെ കൂടെ എല്ലാത്തിനുമുള്ള ഒരു കൊച്ചിനെ പോലും നോക്കാൻ കഴിവില്ലാതെ മനുഷ്യൻ ആണാന്ന് പറഞ്ഞ് നടന്നാൽ മതി. ചെറുക്കനെ കണ്ടില്ലല്ലോ, മറിയത്തിന് തട്ടിക്കയറാം. നീ അല്ലേടി നോക്കണത്, എന്നെ അടുക്കുകയായിരുന്നു. മറിയത്തോട് തട്ടിക്കയറുന്ന യോസേപ്പ് പിതാവിന്. അത് യോസേപ്പ് പിതാവും മാതാവും ഒക്കെ എന്നും നല്ല ഐക്യത്തിലും സമാധാനത്തിലാണ് ജീവിച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് ഇവരെക്കുറിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ്, വണ്ടിക്കാരൊക്കെയാണ്. യോസേപ്പ് പിതാവിനെയും മാതാവിനെയും കൂടെ വേളം വെപ്പിക്കാൻ തുടങ്ങി. ഈയിടെ പേപ്പറിനകത്ത് വായിക്കുന്നത് കേട്ടു, സെന്റ് ജോസഫ് സെന്റ് മേരിക്കിട്ട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വാർത്ത കിടക്കുന്നതാണ്. പക്ഷേ ജീവിതത്തിൽ അവര് ആരോടും പിണങ്ങിയിട്ടുമില്ല, വഴക്കടിച്ചിട്ടുമില്ല. ഒരു നല്ല വൈകാരിക പക്വത അവരുടെ ഇടയിലുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ് കേൾക്കാനൊക്കെ നല്ല രസമല്ലേ? നമ്മുടെ നാട്ടിൽ ഏറ്റവും രസമുള്ള അനൗൺസ്മെന്റാ പറയുന്നത് കേൾക്കാം. സെന്റ് തോമസ് അൽഫോൻസായി ഉരുമി നിൽക്കാതെ അല്പകലം പാലിച്ച് പൊക്കോളാനൊക്കെ വിളിച്ചു പറയുന്നേക്കാം. അപ്പൊ ഇവര് തമ്മിൽ എന്നും ഒരു സ്നേഹത്തിന്റെ ലോകം ഉണ്ടായിരുന്നു, ഒരു പക്വതയുടെ ലോകം. ഇപ്പൊ ഈ പൊട്ടിത്തെറിയ ബഹളങ്ങളൊക്കെ നമ്മുടെ ഇടയിലാണ് വന്നിരിക്കുക. ഇപ്പൊ വൈകാരിക പക്വത, ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 3, മെന്റൽ മെച്യൂരിറ്റി, മാനസിക പക്വത വേണം കുടുംബജീവിതത്തിൽ. ഒരു മാനസിക പക്വത എന്ന് പറഞ്ഞാൽ നിത്യസത്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. എന്തെല്ലാം ആകാം, എന്തെല്ലാം അരുത് എന്ന് നിശ്ചയിക്കാനുള്ള കഴിവ് വേണം. മാനസിക പക്വത. എല്ലാ സാധ്യതയുണ്ടെങ്കിലും എന്റെ വീട്ടിൽ ഇത്രയൊക്കെ മതി, ചെറുപറ എന്നുള്ള വർത്തമാന രീതികളും പൊട്ടിത്തെറിയും വൃത്തിയില്ലായ്മയും ഒക്കെ മക്കളെയും ഭർത്താവിനെയും സ്വാധീനിക്കുന്നെങ്കിൽ ഇത് എന്റെ ശരിയായ ഒരു ഇടപെടലല്ല, രീതിയല്ല എന്നോർത്ത് തിരുത്തുന്ന ഒരു സ്ത്രീയുടെ പക്വത, ഇതൊക്കെ മാനസിക പക്വതയാ. ചില സംസാരങ്ങൾ വേണ്ടെന്ന് വെക്കാൻ, ചില സന്ദർശനങ്ങൾ വേണ്ടെന്ന് വെക്കാൻ, ചില സുഹൃത്ത് ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ തകർച്ച വരുമെങ്കിൽ ആ മെന്റൽ പവർ നമുക്ക് വേണം തീരുമാനമെടുക്കുക. ഇപ്പൊ മാനസിക പക്വത. ഇപ്പൊ 1 ഫിസിക്കൽ മെച്യൂരിറ്റി, 2 ഇമോഷണൽ മെച്യൂരിറ്റി ആൻഡ് മെന്റൽ മെച്യൂരിറ്റി, 4 റിലീജിയസ് മെച്യൂരിറ്റി വേണം നമുക്ക് കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ. മതപരമായ ഒരു പക്വത വേണം നമുക്ക്, മതപക്വത, റിലീജിയസ് മെച്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഞായറാഴ്ചയില്ലെങ്കിലും ഒരു സമൂഹം എന്ന രീതി ഞാൻ കുർബാന അർപ്പിക്കാൻ പോകണം. കാരണം നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആണ്, നമ്മൾ സമൂഹ ജീവിയാ. അതുപോലെ കൊച്ചു സമൂഹമാണ് വീട്. ഇപ്പൊ വീട്ടിൽ വേണം ഒരു സമൂഹക്രമം, അതാണ് കുടുംബ പ്രാർത്ഥന. ഭർത്താവും ഭാര്യ ഒരുമിച്ചുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വൈകിട്ട് ഒരുമിച്ചുള്ളപ്പം ജോലി വെച്ച് നമുക്ക് അറിഞ്ഞുകൂടാ, ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് സമയമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭർത്താവും ഭാര്യയും പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കണം പ്രായപൂർത്തിയാകുന്നവരെ. പിന്നീട് അവർ തീരുമാനിക്കട്ടെ. കാരണം അവർക്ക് വേണ്ടി നമ്മൾ തീരുമാനം എടുക്കണം, അവരുടെ വഴിക്ക് നമ്മളെ വിടരുത്. അതൊരു സോഷ്യൽ മെച്യൂരിറ്റിയാണ് നമുക്ക്. അപ്പൊ ആ ഒരു മെച്യൂരിറ്റി നമുക്ക് ആവശ്യമാണ്. റിലീജിയസ് മെച്യൂരിറ്റി, മതപരമായൊരു പക്വത പ്രാർത്ഥനയ്ക്ക്. ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്നതിൽ ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ പിടിക്കണം. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, വേദപുസ്തക വായനയ്ക്ക്. അതുപോലെ തന്നെ നമ്മൾ മതപരമായ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. റിലീജിയസ് മെച്യൂരിറ്റി. ഒരു ധ്യാനത്തിന് പോകുന്നു, ജീവിത പങ്കാളി പോകുന്നെങ്കിൽ അതിൽ പ്രോത്സാഹിപ്പിച്ച് വിടുക, മതപരമായ പക്വത. മറ്റൊരു പക്വത നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സോഷ്യൽ മെച്യൂരിറ്റിയും കൂടെ നമുക്ക് ആവശ്യമാണ്. സോഷ്യൽ മെച്യൂരിറ്റി കുടുംബജീവിതത്തിൽ. ഭാര്യയുടെ വീട്ടുകാർ ഇഷ്ടം പോലെ കയറി വരും, വരട്ടെ, നഷ്ടങ്ങൾ സഹിച്ചാലും എനിക്ക് ദൈവം തന്നവളാണ് ജീവിത പങ്കാളി. അവളുടെ വീട്ടുകാർ വരുന്നവരുണ്ടാകുന്ന ചെലവും ബുദ്ധിമുട്ടുകളും ഞാനെന്ന ഭർത്താവ് ഉൾക്കൊള്ളണം. ഭർത്താവിന്റെ വീട്ടുകാർ കയറി വരുമ്പോഴത്തേക്ക് സന്തോഷത്തോടെ അവരെ ശുശ്രൂഷിക്കണം. അതൊക്കെ ഒരു സോഷ്യൽ മെച്യൂരിറ്റിയുടെ ഭാഗമാണ്. പിരിവുകാർ വരുമ്പോഴും നമ്മൾ പേടിപ്പിച്ച് ഓടിക്കുകയല്ല, ഇല്ലെങ്കിൽ തന്മയമായിട്ട് തന്നെ പറഞ്ഞുവിടാനെങ്കിൽ നമ്മൾ പഠിക്കുക. ഒരു സമൂഹത്തിന്റെ പല മേഖലകളിലും നമ്മൾ എത്തുക എന്നുള്ളതാണ് സോഷ്യലായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഗെറ്റ് ടുഗദർ. അവിടെയൊക്കെ നമ്മൾ ഭാര്യ ഒരുമിച്ച് പോവുക, ഭർത്താവ് ഒരുമിച്ച് പോവുക. അല്ലെങ്കിൽ നീ പൊക്കോടി. ചില പെണ്ണുങ്ങളെ കാണാം ഭർത്താവ് ഉണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്ന വിധവകളെ കണ്ടിട്ടുണ്ട്. വിധവകൾ പള്ളിയിലും മറ്റും ധ്യാനം നടത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ പറയും, നിങ്ങൾ ഒരുമിച്ച് വരണം. 99% പേരും ധ്യാനത്തിൽ ഒരുമിച്ച് വരും. അവസാനം ശനിയാഴ്ച രാവിലെ ഭാര്യ ഭർത്താക്കന്മാരെ കൈപിടിപ്പിച്ചുകൊണ്ട് വിവാഹ വാഗ്ദാനം നവീകരിക്കും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കണമെന്ന് പറയും. ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, കെട്ടിയവനുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്ന വിധവകള്. യഥാർത്ഥ നല്ല മാതൃകാ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പരസ്പരം കയ്യെ പിടിച്ച് കുർബാനയ്ക്ക് ഇങ്ങനെ വിധവാഗ്ദാനം നടത്തുമ്പോഴത്തേക്ക് ചില പെണ്ണുങ്ങൾ പിന്നെ പോയി പള്ളിയുടെ ജനലിന്റെ കമ്പിയെ പോയി പിടിക്കും. കാരണം കെട്ടിയവന്റെ കയ്യെ പിടിക്കുന്നതിനേക്കാൾ ഭേദം കമ്പിയെ പിടിക്കുന്ന, കമ്പിക്ക് അല്പം കൂടെ മയമുണ്ട്, അതിനേക്കാൾ കട്ടിയ. അപ്പൊ നമുക്കൊരു പക്വത നമ്മൾ പറയുക. ഒരു സോഷ്യൽ മെച്യൂരിറ്റി, റിലീജിയസ് മെച്യൂരിറ്റി, ഇമോഷണൽ മെച്യൂരിറ്റി, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഫിസിക്കൽ മെച്യൂരിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള പക്വതകളിലൂടെ നമ്മൾ കടന്നു പോവുക എന്ന് പറയുക. ഈ പക്വതകളൊക്കെയാണ് കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുക. അതുകൊണ്ട് പറയാറുണ്ട്, കുടുംബത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 5 വീകൾ എന്നാണ് പറയുക. 5 വീകളിലാണ് കുടുംബത്തിന്റെ വിജയം എന്ന് പറയുക. എന്തെല്ലാമാ? 1 വിനയം. വിനയം. എഫേസ്യൂസ് ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, സ്ത്രീ മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ചേരും. വിനയം. ദൈവമായവൻ മനുഷ്യനായി താന്നതുപോലെ
ഒരു സ്ത്രീയായ ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി താഴണം, ഒരു പുരുഷനായ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി താഴണം. വിനയം. ആ വിനയം കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ടതാ. പലതും നമുക്കറിയാം, പക്ഷെ തലക്കനവും ജാടകളും തോന്നുമ്പം മനഃപൂർവ്വം താഴാൻ ഒരു ഭാര്യ പഠിക്കുക, താഴാൻ ഒരു ഭർത്താവ് പഠിക്കുക, കുടുംബത്തിന്റെ വിജയത്തിന് വേണ്ടി. ഒന്ന് വിനയം, രണ്ട് വിധേയത്വം. വിധേയത്വം. ഒരു ഭർത്താവിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഭാരതീയ പശ്ചാത്തലത്തില് ഒത്തിരിയേറെ ഉയർന്നു നിൽക്കുന്നവനും പുരുഷനുമാണ് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തില്. പക്ഷെ നമ്മൾ കുടുംബത്തിന്റെ വിജയത്തിന്, വിവാഹം ഒരുമിച്ചുള്ള ജീവിതം ആരംഭിക്കുമ്പം ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഭാര്യയുടെ മുമ്പിൽ ഒരു വിധേയത്വമുള്ള ഭർത്താവ്, പണമിടപാടുകളിലും മറ്റെല്ലാ ബന്ധങ്ങളിലും സ്വന്തക്കാരെ സഹായിക്കുന്നതിലും ഒക്കെയുള്ള ഒരു വിധേയത്വം വേണം ഭാര്യയുമായിട്ട്. പോലെ ഭാര്യയ്ക്കാണേലും എത്ര ശമ്പള കൂടുതലുള്ള ഒരു സ്ത്രീ ആണെങ്കിലും ശരി, ഭർത്താവിന് മുമ്പിൽ ഒരു വിധേയത്വം, ഒരു കീഴ്വഴക്കം ആവശ്യമാണ്. അപ്പൊ ഒന്ന് വിനയം, രണ്ട് വിധേയത്വം, മൂന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിവേകം. വിവേകം. വിവേകം അല്ലെ വിവരം എന്നൊക്കെ പറയും. ചില ആൾക്കാർ ധ്യാനങ്ങളൊക്കെ കൂടും, എല്ലാ ധ്യാനവും കൂടും, സകലമാന വരങ്ങളും കിട്ടും, അടിസ്ഥാനപരമായ വിവരം ഒഴികെ ബാക്കി എല്ലാ വരമുള്ള ആൾക്കാരുണ്ട്. ഈ വിവരവും വിവേകവും വളരെ പ്രധാനപ്പെട്ടതാണ്. വിവേകമില്ലാത്ത വർത്തമാനം ഭാര്യയോട് പറയരുത്, വിവേകമില്ലാത്ത സംസാരം ഭാര്യയോട് പറയരുത്, ഭാര്യ ഭർത്താവിനോടും പറയരുത്. വിവേകമില്ലാത്ത രീതി. ഒന്നെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഭാര്യയുടെ വീട്ടുകാരെ കുറിച്ച് മൊത്തം താത്തി പറയുക. വിവരമില്ലാത്ത കെട്ടിയവനാ അങ്ങനെയുള്ള വാക്ക് പറയുക. അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തെ, അപ്പനെയും അമ്മയും പെങ്ങന്മാരെ കുറിച്ചെല്ലാം തോന്നുന്നൊക്കെ വിളിച്ച് പറയുക. അത് വിവേകമില്ലാത്ത സ്ത്രീയാ. വിവേകമുണ്ടോ കുടുംബജീവിതത്തിൽ? വിവേകമുണ്ടെന്ന വരിയിൽ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്കും മനഃപൂർവ്വം പറയുകയില്ല. പറയാൻ തോന്നിയാലും ഉള്ളിൽ ഒതുക്കി പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റും. കെട്ടിയവനാണെങ്കിൽ ഭാര്യ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാര്യ, വലിയ പണക്കാരി പെണ്ണ്, അവൾ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അറിയാതെ വലതുകൈയുടെ ചൂണ്ടുവരലൊന്ന് മുറിഞ്ഞു. ചെറുപ്പക്കാരി പെണ്ണ് രക്തം ഇങ്ങനെ ചീറ്റാൻ തുടങ്ങി. അപ്പം കെട്ടിയവൻ മംഗളമാരിയും വായിച്ച് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. അവൾ ഓടി വന്ന് പറഞ്ഞു, ചേട്ടാ എന്റെ വിരല് മുറിഞ്ഞ് ചോര വരുന്നതെന്ന്. അവൻ തറയെ വീഴാതെ നോക്കിക്കോണം കേട്ടോ എന്ന് പറഞ്ഞു. അവളാണെങ്കിൽ ഏതാണ്ട് 3-4 ലോകമഹായുദ്ധം പോലെ ഈ ചോരയും കൊണ്ട് വരുന്നത്. അവൻ പറഞ്ഞ വാക്ക് തറ വീഴാതെ നോക്കിക്കോണം കേട്ടോ. അവിടുന്ന് അകന്നതാ മനസ്സ്. അതേസമയത്ത് അയ്യോടി ഒത്തിരി പറഞ്ഞു, ഞാൻ വെച്ച് കെട്ടി തരാമല്ലോ എന്ന് പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് അടുത്ത് എന്നാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സകലുക. വിവാഹത്തിന്റെ ആദ്യ കാലങ്ങളിൽ വിവേകമില്ലാത്ത സംസാര രീതികൾ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന നമുക്കറിയാം. കല്യാണത്തിന് മുമ്പ് ബഹുരസമാണ് ജീവിതം എന്നൊക്കെ പറയുന്നത്, വളരെ രസം. വിവാഹത്തിന് മുമ്പ് ഇത്രമാത്രം രസമാണ് കുടുംബത്തിലൊക്കെ ആണെന്ന് വരിയിലും ഒരു സ്ത്രീയുടെ ഒരുത്തി പറഞ്ഞു, എന്റെ അച്ഛ പ്രേമിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്റെ കൈയുടെ മുട്ടിന് കീഴെ ഒരു മറുകുണ്ടായിരുന്നു. ചേട്ടൻ എപ്പോഴും പറയും ആ മറുകനെ കുറിച്ച്. ആ മറുകൊരു അഴകാടി, മറുകനെ കുറിച്ച് കവിത എഴുതി, മറുകനെ കുറിച്ച് ലേഖനം എഴുതി, ചെറുകഥ എഴുതി, ഉപന്യാസം എഴുതി. എന്റെ അച്ഛൻ ഇപ്പം വെള്ളപ്പാണ്ട അതുപോലും കണ്ടിട്ടില്ല. പണ്ടും മറുക് മഹാ അത്ഭുതമായിരുന്നു. ഇപ്പം മൊത്തം തൊലി വെളുത്തിട്ട് പോലും തിരിച്ചറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തമ്പുരാന്റെ മുമ്പിൽ ദൈവം ഒരുമിച്ച് ചേർത്താണെന്ന വരിയിൽ സംസാരത്തിനും പെരുമാറ്റത്തിലും ഒക്കെ വിവേകപൂർവമായ വാക്കുകൾ പറയാനും വിവേകത്തോടെ മനസ്സിലാക്കാനും പറ്റണം. ഭർത്താവ് ഭാര്യയെ കാണിക്കാൻ വേണ്ടി ഒരു നല്ല നീല പാൻസ് ഇട്ടു, പുത്തനായിട്ടിട്ട പാൻസ്, ഒരു നീല പാൻസ് എടുത്തു, ഒരു നല്ല ചുമന്ന ഷർട്ട് വിട്ടിട്ട് ഒരു ചെറിയ മഫ്ലറൊക്കെ കഴുത്തേ ചുറ്റി അവിടെ മുമ്പിൽ വന്നു നിന്നു. കൊള്ളാവോടി എന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട് ഈ വേഷം, ഇത് കൊള്ളാവോ എന്ന് ചോദിച്ചു. കാരണം ഇവൻ ഭാര്യയല്ലാതെ വേറെ ആരെയും ഈ ഡ്രസ്സ് കാണിക്കാൻ പറ്റൂ? അവള് വേണ്ട ഇത് കൊള്ളാമെന്ന് പറയാൻ. അയൽവക്കത്തെ സ്ത്രീയെ കാണിക്കാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ കൊലപാതകം നടത്തിയില്ലേ. അതുകൊണ്ട് കെട്ടിയവൻ ആകപ്പാടെ പ്രതീക്ഷയോടുകൂടി നീല പാൻസും ചുമന്ന ഷർട്ടും വിട്ട് കഴുത്തെ മഫ്ലറും ചുറ്റി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ കൊള്ളാവോ എന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, ആ കൊള്ളാം, നല്ല ശേല, റെയിൽവേയിലെ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഇരിക്കുന്നു, എന്താ കൊള്ളാമല്ലോ. എന്ത് പ്രതീക്ഷയിൽ ഇട്ടുകൊണ്ട് വന്നത്? അവൻ അല്ലെങ്കിലും ശരിയാടി, 25 വർഷമായിട്ട് ഞാൻ ഒരു മുടിഞ്ഞ ചരക്കിനെ ചുമന്നോണ്ടിരിക്കുകയല്ലേ, അതിന്റെ അടയാളമായത്. നന്നായിട്ട് ആരംഭിച്ച അവസാനം എന്റെ പേര് എങ്ങനെയാന്നുള്ളതാ. അപ്പൊ സംസാരത്തിൽ വിവേകം വേണം, നമുക്ക് വിവരം വേണം. 4 വിശുദ്ധി. കുടുംബജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് വിശുദ്ധി. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന് പറയുന്നത് ആരും എത്തിയ സ്ഥാനമല്ല, എത്താൻ കൊതിക്കുന്ന സ്ഥാനമാണ്. വിശുദ്ധി ആരും എത്തിയ സ്ഥാനമല്ല, എത്താൻ കൊതിക്കുന്ന സ്ഥാനം. പക്ഷെ വിവാഹ ജീവിതത്തിൽ വിശുദ്ധി വേണം. വിവാഹാന്തസ്സിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അശുദ്ധമായ ജീവിത മേഖലകളിലൂടെ നമ്മൾ യാത്ര ചെയ്യരുത്. ഒരുമിച്ചായി കഴിയുമ്പോഴും ഒരു ഭാര്യയുടെ വിശുദ്ധി ഭാര്യ സൂക്ഷിക്കണം, ഭർത്താവിന്റെ വിശുദ്ധി ഭർത്താവ് സൂക്ഷിക്കണം. പരസ്പര വിശ്വാസം, വിശ്വസ്തത അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തിലൂടെ നയിക്കുമ്പോഴാണ് 5ാമത്തെ വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ്. ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു പുരുഷനെ ഏൽപ്പിച്ചിരിക്കുന്നത് 2 പേരും കൂടെ ഒരു വലിയ കൂട്ടയടിക്കും ബഹളത്തിനും വേണ്ടിയല്ല. ദൈവം പുരുഷന്റെ കയ്യിൽ സ്ത്രീയെ ഏൽപ്പിച്ചത് അവളെ വീണ്ടെടുക്കണം. അവൻ
അവനെ അവൾ വീണ്ടെടുക്കണം, അവളെ അവൻ വീണ്ടെടുക്കണം. 1 കൊരിന്ത്യർ 7:14. ധിക്കാരിയും താന്തോന്നിയുമായ പുരുഷൻ ഒരു സ്ത്രീ മൂലം വീണ്ടെടുക്കപ്പെടണം. അഹങ്കാരിയായ സ്ത്രീ ഒരു ഭർത്താവ് മൂലം വീണ്ടെടുക്കപ്പെടണം. ദൈവം ഒരു സ്ത്രീയെ എന്റെ ഏൽപ്പിച്ചെങ്കിൽ, ദൈവം ഒരു പുരുഷനെ എന്റെ ഏൽപ്പിച്ചെങ്കിൽ അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാ, തകർക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി കുടുംബജീവിതം ആരംഭിച്ചു കഴിയുമ്പോഴായിരിക്കും ചില കഴിഞ്ഞ കാല സംഭവങ്ങളും ഒരു മനസ്സിലേക്ക് തേടി വരിക. അതിന് പേര് പിണങ്ങാനോ പരിഭവിക്കാനോ പാടില്ല. അങ്ങനെയെങ്കിൽ ദൈവം ഇവനെ എന്റെ തരികയിലായിരുന്നു, ഇവളെ എന്റെ തരികയിലായിരുന്നു, തന്നത് വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഓർമ്മയും നമുക്കുണ്ടാവുക. ഇവിടെയാണ് കുടുംബം സ്വർഗമായിട്ട് മാറുക. അങ്ങനെ സ്വർഗമാക്കാനാ ദൈവം വിളിച്ചിരിക്കുക. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെ രാഷ്ട്രീയത്തിലായിരുന്ന കാലഘട്ടത്തിൽ സ്നേഹിതനായിരുന്ന KM ജോർജ്, മൂവാറ്റുപുഴത്തെ MLA, മുൻ മന്ത്രി, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കുക. അപ്പൊ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചു. ഇപ്പൊ ഞങ്ങളെല്ലാവരും വിവാഹത്തിന് വേണ്ടി ചെന്നു. ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള വലിയ റിസപ്ഷൻ നടക്കുക, ഭക്ഷണം. 3 പേര് അനുമോദന പ്രസംഗം പറഞ്ഞു. ആദ്യം പ്രസംഗിച്ചത് EMS, രണ്ടാമത് പ്രസംഗിച്ചത് വലതു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലവനായിരുന്ന MN ഗോവിന്ദൻ നായർ, മൂന്നാമത് പ്രസംഗിച്ചത് കേരളത്തിന്റെ ധാർമ്മിക മനസാക്ഷിയുടെ പര്യായമായ MP മന്മഥൻ സാർ. 3 പേരാണ് പ്രസംഗിച്ചത്. ആദ്യം EMS, രണ്ടാമത് MN ഗോവിന്ദൻ നായർ, മൂന്നാമത് MP മന്മഥൻ സാർ. അപ്പോൾ EMS പറഞ്ഞു, മക്കളെ, വിവാഹം എന്ന് പറയുന്നത് 2 പ്രത്യയ ശാസ്ത്രങ്ങളുടെ ഒരസലാണ്. തീപ്പൊരി ചതരാതിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. EMSന്റെ ആശംസ. വിവാഹം എന്ന് പറയുന്നത് 2 പ്രത്യയ ശാസ്ത്രങ്ങളുടെ ഒരസലാണ്. തീപ്പൊരി ചതരാതിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. MN ഗോവിന്ദൻ നായർ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, വിവാഹം എന്ന് പറയുന്നത് 2 ധ്രുവങ്ങളുടെ ഉരുമലാണ്. പൊട്ടിത്തെറിക്കാതിരിക്കാൻ 2 പേരും ശ്രദ്ധിക്കണം. MN ഗോവിന്ദൻ നായർ പറഞ്ഞു, വിവാഹം 2 ധ്രുവങ്ങളുടെ ഉരുമലാണ്, പൊട്ടിത്തെറിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. EMS പറഞ്ഞു, പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരസലാണ്, തീപ്പൊരി ചെതരാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ MP മന്മഥൻ സാർ എഴുന്നേറ്റ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കത്തോലിക്കരാണല്ലോ. അപ്പോൾ എനിക്ക് ഇവര് പറഞ്ഞതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മകനെ, ഇന്ന് വരെ നീ വിശ്വസിച്ച അദൃശ്യനായ ക്രിസ്തുവിനെ ഇന്നു മുതൽ നിന്റെ ഭാര്യയിൽ നീ കാണാൻ പഠിക്കുക. മകളെ, ഇന്നു വരെ നീ വിശ്വസിച്ച അദൃശ്യനായ ക്രിസ്തുവിനെ നിന്റെ ഭർത്താവിൽ നീ കാണാൻ പഠിക്കുക. ഇതാണ് വേദപുസ്തക വ്യാഖ്യാനം. ഇതാണ് സഭയുടെ ദർശനം. ഞാൻ വിശ്വസിക്കുന്ന അദൃശ്യനായ ക്രിസ്തുവിനെ എന്റെ ദൃശ്യനായ ഭർത്താവിൽ ഞാൻ കാണണം. ഞാൻ വിശ്വസിക്കുന്ന അദൃശ്യനായ ക്രിസ്തുവിനെ എന്റെ ദൃശ്യയായ ഭാര്യയിൽ ഞാൻ കാണണം. ഇതാണ് വിവാഹത്തിന്റെ കൗദാശിക തലം എന്ന് പറയുക. കൗദാശിക തലം. മത്തായി മേരിയുടെ കയ്യെ പിടിച്ചു. മാത്യു പിടിച്ചത് മേരിയുടെ കയ്യിലല്ല, പള്ളിയിൽ വെച്ച് ക്രിസ്തുവിന്റെ കയ്യിലാ. മേരി പിടിച്ചത് മാത്യുവിന്റെ കയ്യിലല്ല, ക്രിസ്തുവിന്റെ കയ്യിലാ. ഇതാണ് കൂദാശ എന്ന് പറയുക. ഹിന്ദുക്കൾക്ക് വിവാഹം എളുപ്പത്തിൽ പിരിയാം. കാരണം 1858 ഹിന്ദു മാര്യേജ് ആക്ട് ആണ് ഇന്ത്യൻ നിയമത്തിൽ ഹിന്ദുക്കളുടെ വിവാഹത്തിന്റെ ലോ. ഹിന്ദു മാര്യേജ് ആക്ടിൽ വിവാഹം ഒരു സിവിൽ കോൺട്രാക്റ്റാ. കോൺട്രാക്റ്റിന്റെ നിയമപ്രകാരം ഒരു കക്ഷി വേണ്ടെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോൺട്രാക്ട് നിന്നു പോകും. ഒരാൾ പിൻവലിഞ്ഞാൽ മറ്റേ കക്ഷി അത് തീർന്നു പോവുക. അത് ഒരു കോൺട്രാക്ട് മാത്രമാണ്. എളുപ്പത്തിൽ വിവാഹമോചനം കിട്ടും. മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് നിയമമാണ്, വ്യക്തി നിയമം. മുസ്ലിം വ്യക്തി നിയമപ്രകാരം പോറ്റാൻ കഴിവുള്ള മുസൽമാന് 4 ഭാര്യയെ ഒരേ സമയം വെച്ചുകൊണ്ടിരിക്കാം. 4 ഭാര്യമാരെ. ഇനി 5ാമത് ഒരുത്തിയെ കൂടെ എക്സ്ട്രാ സൂക്ഷിക്കണോ? 4ാമത് കെട്ടിയവരുടെ തലയെ കൈവച്ചിട്ട് 3 പ്രാവശ്യം തലാഖ് 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 എന്ന് ചൊല്ലിയാൽ തലയെ കയറി അവളെ ഇറക്കി വിട്ടിട്ട് 5ാമത്തെ അഡീഷണൽ ഭാര്യയായിട്ട് കൂട്ടത്തിൽ സൂക്ഷിക്കാം. ഒരെണ്ണം പുറത്ത് എക്സ്ട്രാ നിന്നാലും രേഖാമൂലം 4 എണ്ണം എളുപ്പമാണ് ഇവർക്കത്. അവിടെ രീതികൾ അത്രയേ ഉള്ളൂ. ഞാൻ ഒമാനിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു കുറേ നാൾ മുമ്പ്. അവിടെ വെച്ച് കണ്ടു, ഒമാന്റെ ദേശീയ ദിനത്തിലും രാജാവിന്റെ ജന്മദിനത്തിലും പെണ്ണുങ്ങളെ ലേലം വിളിക്കും. അതായത് ഏതെങ്കിലും ചെറിയ തെറ്റിനോ മറ്റോ അബദ്ധം പറ്റി ജയിലിൽ പോയ പെണ്ണുങ്ങളെ പിന്നെ അവരുടെ പാരമ്പര്യത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ല. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാത്ത ദിവസം പൊതു സ്വാതന്ത്ര്യ ദിനത്തിൽ ലേലം വിളിക്കുക, മിടുക്കരി പെൺപിള്ളാരും മറ്റുമൊക്കെ. അപ്പോൾ അവിടെ പെണ്ണ് കെട്ടുക വലിയ പാടാ. കാരണം ഈ പെണ്ണിന്റെ അമ്മയ്ക്ക് 5-10 ലക്ഷം രൂപ കൊടുത്താലേ ഒരു പെണ്ണിനെ കിട്ടുകയുള്ളൂ. അല്ലാണ്ട് പെണ്ണിന്റെ വീട്ടുകാരെ ആണുങ്ങൾക്കല്ല കൊടുക്കുക. അവിടെ സ്ത്രീക്കാണ് കാശുള്ളത്, സ്ത്രീയുടെ വീട്ടുകാർക്കാണ് കൊടുക്കണം. അവനെ കാശില്ല. അപ്പം കാശ് കുറഞ്ഞവരൊക്കെ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ലേലം പിടിച്ചുകൊണ്ട് പോകും. ഒരു ചെറിയ തുകയ്ക്ക് കിട്ടും. അങ്ങനെ നിസ്വ എന്ന് പറയുന്ന സ്ഥലത്ത് ലേലം പിടി നടക്കുക. ലേലം പിടിച്ചപ്പോൾ സമ്പന്നനായ ഒരു അറബി വന്നിട്ട് 20 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ ചെറിയ തുകയ്ക്ക് ലേലം പിടിച്ചുകൊണ്ട് പോയി. ഇയാളുടെ മോന് കെട്ടണം.
മോൻ നോക്കിയിട്ട് ഒത്തയാളെ കിട്ടുന്നില്ല. അവൻ വന്ന് 20കാരുടെ അമ്മയെ അവനും വന്ന് പിടിച്ചോണ്ട് പോയി. അപ്പൊ അപ്പം മോളെയും കൊണ്ട് പോയി, മോൻ അമ്മയും കൊണ്ട് പോയി. ഇന്നും കൊണ്ട് രീതി ഒമാനി വെച്ച് കണ്ടൊരു കാഴ്ച ഒരു ദേശത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു യാഥാസ്ഥിതിക മുസ്ലിം കാടത്തത്തിന്റെ ലോകത്ത് അവർക്ക് എളുപ്പമാ ഒരു ഭാര്യയെ വിട്ടിട്ട് അടുത്തയാളെ സ്വന്തമായിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ പറ്റും. പക്ഷെ നമുക്കത് കൂദാശയായതുകൊണ്ട് മരണം കൊണ്ട് മാത്രമേ വേർതിരിക്കാൻ പറ്റൂ. നമ്മുടെ ബഹുമാനപ്പെട്ട സഖറിയാസച്ചൻ ഇവിടെ കുർബാന അർപ്പിച്ചപ്പോൾ ഓസ്തികൾ കൂദാശ ചെയ്ത് ഈശോയുടെ തിരുശരീരമാക്കി ചെറിയ സക്രാരിക്കകത്ത് കൊച്ചു കുസ്തോതിയിൽ പൂട്ടിവെച്ചു. ബെനഡിക്ട് 16 മാർപ്പാപ്പ സീറോ മലബാർ സഭയിലെ അമേരിക്കയിലെ ഏറ്റവും വളരുന്ന മാതൃകാ പാരീഷ് എന്ന ഒരു സമ്മാനം നിങ്ങൾക്ക് തന്നിട്ട് ഈ പള്ളി വരെ ഒരു പുതിയ പള്ളി പണിയുമ്പം അത് വെഞ്ചരിക്കാൻ വേണ്ടി വരുന്നു. സങ്കല്പിക്കുക, ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇവിടെ വന്നിട്ട് പുത്തമ്പള്ളി വെഞ്ചരിക്കുന്ന കൂട്ടത്തിൽ സക്രാരിയിൽ അതുവരെ സൂക്ഷിച്ചിരുന്ന കുർബാന മൊത്തം എടുത്തിട്ട് ഒരു വെള്ളത്തുണി വിരിച്ച് കുടഞ്ഞിടുക. എന്നിട്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുക, ഒരു വെറും ഓർഡിനറി അച്ഛനായ സഖറിയാസ് അച്ഛൻ കുർബാന എന്നും പറഞ്ഞ് കൂദാശ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് യേശുവിന്റെ ശരീരമല്ല, യേശുവിന്റെ ശരീരമല്ല, യേശുവിന്റെ ശരീരമല്ല എന്നും പറഞ്ഞ് 16 ബെനഡിക്ട് മാർപ്പാപ്പ 16 പ്രാവശ്യം കൈ കാണിച്ചാലും സഖറിയാസ് അച്ഛൻ കുർബാനയാക്കി വെച്ച കുർബാന അല്ലാതാക്കാൻ പറ്റുമോ? പറ്റിയല്ല. ഇതുപോലെ സത്യസന്ധമായി വിവാഹം എന്നൊരു കൂദാശ നടത്തിയെങ്കിൽ ആ കൂദാശയിൽ, അങ്ങനെ സ്ഥാപിക്കപ്പെട്ട കൂദാശയിൽ ഒരിക്കൽ ഒരുമിപ്പിച്ച് തമ്പുരാൻ ചേർത്തതിനെ വേർതിരിക്കാൻ ഒരു കുടുംബ കോടതിക്കോ ഒരു രൂപതാ കോടതിക്കോ പറ്റിയല്ല. കാരണം ഒരിക്കൽ ചേർത്തോ മരണം കൊണ്ടേ വേർതിരിക്കാൻ പറ്റൂ. പിന്നെ കളിപ്പിച്ച കല്യാണമോ വഞ്ചിച്ചതൊക്കെയാണെന്ന് വരികിൽ കല്യാണം പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല, അതുകൊണ്ട് പിരിച്ചുവിടാം. യാഥാർത്ഥത്തിൽ നടന്നയാള് ഭർത്താവിന് വട്ടുപിടിച്ചാലും തിരിച്ചുവിടാൻ പറ്റുകയില്ല. ഭാര്യ പൊള്ളിപ്പൊളിഞ്ഞു പോയാലും തിരിഞ്ഞു പോകാൻ പറ്റുകയില്ല. എന്ത് സംഭവിച്ചാലും ദൈവം ചേർത്തതാ. അതുകൊണ്ടാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറയാ. അപ്പൊ അങ്ങനെയുള്ള കുടുംബജീവിതത്തില് ദൈവം എല്ലാം പൂർണ്ണതയെ സൃഷ്ടിച്ചു. അപൂർണത മനുഷ്യന്റെ സമ്മാനമല്ലേ? ദൈവം ചേർത്ത് മനുഷ്യ ബലഹീനത കൊണ്ട് തീർത്തു. ഒരു അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു, കരിസ്മാറ്റിക് അച്ഛൻ പറഞ്ഞു, എല്ലാം പൂർണ്ണതയെ സൃഷ്ടിച്ചിരിക്കുന്നു ദൈവം, പൂർണ്ണതയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു, അപൂർണമായതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചേട്ടൻ കുഷ്ട്യന്മാർക്ക് പോലെ ചുരുണ്ട് നിൽക്കുന്ന കൂന് പിടിച്ച ഒരു തള്ളയെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ചോദിച്ചു, ഈ നിപ്പ് കണ്ടില്ലേ, ഇതിനകത്ത് എന്നാ പൂർണ്ണത അച്ഛായിരിക്കുന്നു ചോദിച്ചു. ഇതാണോ പൂർണ്ണത? ഉടനെ അച്ഛൻ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവമേ, ഇത്രയും പൂർണ്ണതയുള്ളൊരു കൂന് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, ഇതെന്തോ ഒരു പൂർണ്ണതയാ. അപ്പൊ കുടുംബജീവിതത്തില് തകർച്ചകളും നമ്പരങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പൊ അല്പം അപൂർണതകളൊക്കെ സംഭവിച്ചു എന്നിരിക്കും. അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്ന ഒരു ജീവിതത്തിന്റെ ശൈലി, ആ ഒരു വിട്ടുവീഴ്ച, അവിടെയാണ് ദാമ്പത്യബന്ധത്തിന്റെ വിജയം എന്ന് പറയുക. ചിലപ്പം വഴക്കടിയുടെ പൂർണ്ണതയായിരിക്കും ചില കുടുംബത്തിൽ കാണുക, കുറ്റം പറച്ചിലിന്റെ പൂർണ്ണത, പൊളിച്ച തെറിവിളിയുടെ പൂർണ്ണത, എല്ലാം ഉള്ള കുടുംബങ്ങളാണ്. എന്നാലും ദൈവത്തിന്റെ പരിപാലനം ഉണ്ടെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കണം. ഇനി ആരാണ് ഉത്തമനായ ഭർത്താവ്, ഉത്തമയായ ഭാര്യ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഉത്തമയായ ഭാര്യയുടെ 5 യോഗ്യതകൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിലാണ്. ഒരു ഉത്തമയായ ഭാര്യയുടെ 5 യോഗ്യതകൾ പഠിപ്പിക്കുന്നത് സുഭാഷിതങ്ങൾ 31 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ഉത്തമയായ സ്ത്രീയുടെ ഭാര്യയുടെ 5 യോഗ്യതകൾ. 1, ഉത്തമയായ ഭാര്യ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ വൃത്തിയായി നോക്കുന്നവളാണ്. എന്താ അതിന്റെ അർത്ഥം? വീടിന്റെ അകത്തെ കാര്യത്തിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് സ്ത്രീയാണ് എന്ന് പറഞ്ഞാല് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാലും പിന്നെ അവിടെ തന്നെ പണിയുക എന്നുള്ളതല്ല. പിന്നെയോ വീട്ടിനകത്തൊരു ചിട്ടയും ക്രമവും ഒരു ഓർഡർ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാണ്. ഉത്തമയായ ഭാര്യ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ വൃത്തിയായി ചെയ്യുന്നവളാണ്. ഒരു സ്ത്രീ പെരയ്ക്കകം തുടക്കത്തുമില്ല, അടിച്ചു വാരത്തിലൊന്നുമില്ല. അവള് കെട്ടിയവനോട് പറയുക, ഞങ്ങളൊരു സംഘടന ആരംഭിച്ചിരിക്കുന്നു, ഈ സംഘടന ഈ രാജ്യം മുഴുവൻ തൂത്തുവാരും. ഓർത്തോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ആദ്യം നീ പെരയ്ക്കകം തൂത്തുവാരം, എന്നിട്ടല്ലേ ഒരു രാജ്യം മൊത്തം തൂത്തുവാരാൻ പോണത്. ഉത്തമയായ ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ വൃത്തിയായി നോക്കുന്നവൾ, ചിട്ടയും ക്രമവും വരുത്തുന്നവൾ ഉത്തമയായ ഭാര്യ. സുഭാഷിതങ്ങൾ 31:15 വാക്യം. 2, ഉത്തമയായ ഭാര്യ ആരെ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉറങ്ങുമ്പോഴും അല്പസമയം കൂടെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൾ ഉത്തമയായ ഭാര്യ. അതുകൊണ്ടാ പറയുക, ഉത്തമയായ ഭാര്യ എല്ലാവരും ഉറങ്ങുമ്പോഴും അവളുടെ വിളക്ക് അല്പസമയം കൂടെ തെളിഞ്ഞു നിൽക്കും എന്നാണ് പറയുക. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴും കട്ടിലിരുന്നോ മുട്ടുകുത്തിയോ അല്പം കൂടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ് ഉത്തമയായ ഭാര്യ. പഴയകാല അമ്മമാരുടെ ചിത്രം ഓർത്താൽ മതി. നമ്മുടെയൊക്കെ അമ്മച്ചിമാരുടെ മുഖം എത്ര വേദനയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി,
ഉറക്കടച്ചിരുന്ന് പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കും. വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ നമ്മൾ മടുത്തു പോകും, ഇന്ന് നീളം കാരണം. എന്നാലും പ്രാർത്ഥന. ഉത്തമയായ ഭാര്യ എല്ലാവരും ഉറങ്ങുമ്പോഴും അല്പം കൂടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൾ. 3, ഉത്തമയായ ഭാര്യ സ്വന്തം കൈകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അലയാനും ബുദ്ധിമുട്ടാനുള്ള മനസ്സ് എപ്പോഴും ഉള്ളവൾ ഉത്തമയായ ഭാര്യ. വീടിനു വേണ്ടി അലയുക, ബുദ്ധിമുട്ടുക, അലസതയില്ലാത്തവൾ. കുറച്ച് പണം കൊണ്ട് ഇനി ലാവിഷായിട്ട് അടിച്ചു പൊളിക്കുക, ആ രീതിയില്ല. ഇഷ്ടം പോലെ പണമുണ്ട്, ആഡംബര വസ്തുക്കളും അലങ്കാര വസ്തുക്കളും മേടിച്ചിട്ട് ജാട കാണിച്ച് ജീവിക്കുക, ഇതൊന്നുമില്ല. പരമാവധി ശേഖരിക്കും, കുടുംബത്തിനും വീട്ടുകാർക്കും വേണ്ടി നിലകൊണ്ടുകൊണ്ട് കഷ്ടപ്പെടാനുള്ള മനസ്സ് എപ്പോഴും സൂക്ഷിക്കുന്നവൾ ഉത്തമയായ ഭാര്യ. 4, ഉത്തമയായ ഭാര്യ വായ് തുറന്നാൽ നല്ലതേ പറയൂ. ഉത്തമയായ ഭാര്യ വാ തുറന്നാൽ നല്ലതേ പറയൂ. സുഭാഷിതങ്ങൾ 31:15 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശദീകരണമാണ് പറയുക. വാ തുറന്നാൽ നല്ലതേ പറയൂ. ആരുടെയും കുറ്റം പറച്ചിലുമില്ല, ബഹളമില്ല, പരാതിയോ ആവലാതികളോ ഒന്നുമില്ലാത്തവൾ ഉത്തമയായ ഭാര്യ. ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് ഒന്നും പറയാനില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതും സഹിക്കും. വീട്ടിലെ പല പല പ്രശ്നമുണ്ട്, ആ കുരിശും സഹിക്കും. അങ്ങനെ ക്ഷമിച്ച് സഹിച്ചു പോകുന്നവൾ. വാ തുറന്നാൽ നല്ലതേ സംസാരിക്കും. 5, ഉത്തമയായ ഭാര്യ ഉള്ളതിന്റെ ഓഹരി പാവങ്ങളുമായി പങ്കുവെക്കുന്നവളാണ്. ഒരു നല്ല അമ്മ, നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. എന്റെ അമ്മ, ഞങ്ങൾ വീട്ടിൽ 2 മക്കൾ, ഞാനും ചേട്ടനും. ഇപ്പം നാട്ടിൽ അമ്മമാർക്കൊക്കെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് സ്വന്തമായ വരുമാന വഴികളില്ല, നമുക്കറിയാം. കാരണം മലമ്പ്രദേശങ്ങളിലെ പെണ്ണുങ്ങൾക്ക് വരുമാന മാർഗങ്ങളില്ല. സിറ്റിയിലെ പെണ്ണുങ്ങൾക്ക് ശമ്പളമൊക്കെ ഉണ്ട്. ഗ്രാമത്തിലെ തള്ളമാർക്ക് ആകെപ്പാടെ വീട്ടിലുള്ളതേ ഉള്ളൂ, ആകെപ്പാടെ. പിന്നെ സ്വന്തമായിട്ട് കിട്ടുന്ന വാശെന്ന് പറഞ്ഞാൽ ചക്കുകുരു, മാങ്ങ, മോര്, മുട്ട, കോഴിക്കുഞ്ഞ്, മുയലും കുഞ്ഞ്, പന്നിക്കുഞ്ഞ്, അരിമുളക്, ചൊള്ള, ചീര്, ഒട്ടുപാല്, ചില്ലുപാല്, മൺപാല്, ചിരട്ടപ്പാല്, ഇതൊക്കെ വിരിയിടുന്ന കാശാണ് അത്യാവശ്യം പെണ്ണുങ്ങൾക്കുള്ളത്. നല്ല അന്തസ്സുള്ള കെട്ടിയന്മാര് ഷീറ്റിന്റെയും മുളകിന്റെയും കാശെടുത്താലും ഈ ഒട്ടുപാലിന്റെയും ചൊള്ളിന്റെയും ചീരിന്റെയും മുട്ടയുടെയും പന്നിക്കുഞ്ഞിന്റെയും കാശ് പെണ്ണുങ്ങൾക്ക് കൊടുക്കും. കാരണം ഈ അമ്മമാർക്ക് പെൺപിള്ളാര് വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു തരി പൊന്നു മേടിച്ചു കൊടുക്കണമെങ്കിൽ അല്പം കാശ് കൈ വേണ്ടേ? അതിനുവേണ്ടിയാ. കാരണം പണ്ടത്തെ കാലമല്ലല്ലോ. ഇന്നൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പെണ്ണുങ്ങളെ കെട്ടിച്ചു വിടണമെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാ. പഴയതുപോലെ വല്ല ആണോ? സ്വർണം ദേഹത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് ചളുക്കി പരത്തി വെച്ചാലാ കല്യാണവും നടക്കുക. ചെവിയെ തന്നെ 3 എണ്ണം, ഒരെണ്ണം സെക്കൻഡ് സ്റ്റഡ്, ഫോൺ സ്റ്റഡ് എന്നും പറഞ്ഞ് ഇങ്ങനെ കൊളുത്തിയിട്ടിരിക്കുന്നു. പിന്നെ കഴുത്തേലാണെങ്കിൽ വളച്ചു വെച്ചിരിക്കുന്നു മുട്ടനും സാധനം. പിന്നെ കെട്ടിയവന്റെ അടി വരുമ്പം തടയാനായിട്ട് തടവള എന്നും പറഞ്ഞ് വേറെണ്ണം ഇവിടെ. പിന്നെ ഈ അല്പം നിയന്ത്രണം വേണം പറഞ്ഞ് മൂക്കുകയറ് പോലെ മൂക്കുത്തി എന്നും പറഞ്ഞ് ഇവിടെ ഒരെണ്ണം. പിന്നെ ഇന്നലെ സൂചിപ്പിച്ചു പാദസരം എങ്ങനെ ഉണ്ടായതാന്ന്. പിന്നെ എല്ലാം കൂടെ ബാക്കി വന്നപ്പോൾ മിച്ചം വന്ന സാധനം മിഞ്ച് എന്നും പറഞ്ഞ് കാലിന്റെ വിരലെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കൊളുത്തി വെച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാമിന് മെൽബണിൽ ചെന്നപ്പം അവിടെ വെച്ച് കണ്ടു, എല്ലാ ഭാഗവും തീർന്നതുകൊണ്ട് പുക്കിളിന്റെ ഇവിടെ കമ്മലിട്ടുകൊണ്ട് നടക്കുന്നു. ബാക്കി ഏരിയ മൊത്തം തീർന്നുപോയി. ഏതെല്ലാം രീതിയില്ല. ഇന്ന് തട്ടാന്മാരാണെന്ന് വരികിൽ ഒരു പുതിയ ആഭരണം കണ്ടുപിടിക്കുക. പെണ്ണുങ്ങൾക്ക് വർത്തമാനം കൂടുതലാണെന്നും പറഞ്ഞ് കീഴ്ച്ചുണ്ടും മേലിച്ചുണ്ടും കൂടെ തുളച്ചിട്ട് ചൊടികുത്തി എന്നും പറയുന്ന ഒരു പുതിയ സാധനം. അപ്പൊ ഇങ്ങനെ അല്പം പൈസ വേണ്ടേ? അപ്പൊ അതിനുവേണ്ടി ഈ നല്ല ആണുങ്ങൾ കുറച്ച് പൈസ സ്ത്രീകൾക്ക് ഇങ്ങനെ കൊടുത്തേക്കും. അപ്പം പല ചേട്ടത്തിമാരും പറയും, എന്റെ അച്ഛാ ഇങ്ങനെയൊക്കെ കാശ് കിട്ടുമ്പം 5-ന്റെയും 10-ന്റെയും 20-ന്റെയും നോട്ട് ഞങ്ങൾ മേശയുടെ ട്രോയ്ക്കകത്തും അവിടെ ഇവിടെയും പുസ്തകത്തിലൊക്കെ വെച്ചേക്കും. 50-ന്റെയും 100-ന്റെയും നോട്ട് മാത്രം ഞങ്ങൾ ബൈബിളിനകത്ത് കയറ്റി വെക്കും. കാരണം കെട്ടിയവനെന്ന് പറയുന്ന ജീവി തുറക്കാത്ത ഏക സാധനം ബൈബിള് മാത്രം. 50-ഉം 100-ഉം ബൈബിളിനകത്ത്, 5-ഉം 10-ഉം മേശപ്പുറത്ത്. അപ്പം ഒരു നല്ല സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഇതിന്റെ ഓഹരി ഇല്ലാത്തവരോട് പങ്കുവെക്കും. അപ്പൊ അമ്മ ഞങ്ങളുടെ വീട്ടിൽ പന്നിക്കുഞ്ഞിനെ വിൽക്കുന്ന സമയം, അപ്പൊ അമ്മയ്ക്ക് വലിയ കാശുള്ള ദിവസങ്ങളാ പന്നി കച്ചവടം നടക്കുന്ന സമയം. അപ്പം ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ഒരു പന്നിക്കുഞ്ഞിന്റെ കാശ് അമ്മ മാറ്റി വെക്കും. എന്നിട്ട് പറയാം, മക്കളെ എനിക്കൊരു പെങ്കൊച്ചില്ലല്ലോ, അതുകൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ട പെണ്ണിന് കുർബാനയ്ക്കുള്ള പാടിന് ഒരു പാവാടത്തുണിയും ബ്ലൗസ് പീസും കൊടുക്കാൻ വേണ്ടിയാ എല്ലാ വർഷവും അമ്മ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കൊച്ചു കുടുംബം ആയതുകൊണ്ട് ചക്ക വെട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു മുറി മതി ഞങ്ങൾക്ക്. മറ്റേ മുറി അടുത്ത ഈ ലക്ഷം വീട് കോളനിയിലെ ഹരിജൻ കോളനിയിലെ പാവപ്പെട്ടവരെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന കേട്ടിട്ടുണ്ട് കുഞ്ഞുനാള് മുതൽ. അപ്പം അതുകൊണ്ട് എനിക്കും പിന്നീട് വളർന്നു വന്നപ്പോഴത്തേക്ക് ഈ പാവങ്ങളുമായുള്ള എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു സഹായം ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ആ ഒരു ഒറ്റ ചിന്തയാണ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചവർ ആർക്കും വേണ്ടാതെ വഴി കിടക്കുന്നവരെ പെറുക്കിയെടുത്ത് വളർത്തുന്ന ഒരു സ്ഥാപനം ഞാൻ തുടങ്ങി 1999 അവസാനം. അതൊക്കെ കുഞ്ഞുനാളിൽ എൻ്റെ ഓർമ്മകളുടെ ഫലമാണ്.
തിരുവനന്തപുരത്തിന് ഹൃദയഭാവം ശ്രീകാര്യത്ത് ഒരു വീട്, ഒരു മനുഷ്യൻ വീടും 18 സെന്റ് സ്ഥലവും കൂടെ തന്നു. ഒത്തിരി പേരെ കൊണ്ട് സഹകരിപ്പിച്ച് ഇപ്പം അവിടെ എപ്പോഴും 30 പേർക്ക് അവിടെ കിടക്കാം. 30 പേർക്ക് ഒരാൾ മരിച്ചാലേ അടുത്ത ആൾക്കുള്ളൂ. വേറെ ഒത്തിരി പേരെ കൂട്ടിയാൽ വൃത്തിയും ചിട്ടയും പോകും. അതുകൊണ്ട് 30 പേര് സിസ്റ്റേഴ്സ് നോക്കാനുണ്ട്. ഞാൻ സഭയുടെ ചാർജായിട്ട് വന്നപ്പോഴത്തേക്ക് വേറെ അച്ഛനോട് അപ്പോയിന്റ് ചെയ്ത് ഭംഗിയായിട്ട് നൽകുന്നു. ശ്രീകാര്യം അസീസ് നികേതൻ എന്നും പറഞ്ഞ്. അപ്പം ഇതൊക്കെ തുടങ്ങാനുണ്ടായ സാഹചര്യം 60 വയസ്സ് കഴിഞ്ഞവരും ആരുമില്ലാത്ത അനാഥർക്കും സംരക്ഷണമായിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം അതൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു പ്രചോദനം അമ്മയെന്നും മറ്റും കണ്ടതാണ്. ഇപ്പോൾ ഒരു നല്ല അമ്മ, ഒരു നല്ല ഭാര്യ ഉള്ളതിന്റെ വീതം ഇല്ലാത്തവരുമായിട്ട് പങ്കുവെക്കുന്ന മനസ്സ്, അത് കാണിക്കുന്നതാണ് ഉത്തമനായ ഭാര്യ. ഇപ്പോൾ ഒരു സ്ത്രീയുടെ 5 യോഗ്യത. ഇനി ആരാ ഉത്തമനായ ഭർത്താവ്? എഫേസ്യസ് ലേഖനം 5-ാം അധ്യായം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നു. എഫേസ്യസ് ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു. 1, ഉത്തമനായ ഭർത്താവ് ആരെന്ന് ചോദിച്ചാൽ ഭാര്യയെ സ്നേഹിക്കുന്നവനാണ്. ഏറ്റവും അടിസ്ഥാനം സ്നേഹമാണ്. അടിസ്ഥാനപരമായിട്ടൊരു സ്ത്രീ കൊടുക്കേണ്ടത്, ഭർത്താവിന് കൊടുക്കേണ്ടത് സ്നേഹമാണ്. ചില ആണുങ്ങളുണ്ട് ഉള്ളു നിറയെ സ്നേഹമാണ്, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അകത്തില്ലാഞ്ഞിട്ടല്ല, കാണിക്കാൻ അറിയത്തില്ല. അവർ പറയും, അച്ഛാ എന്റെ മനസ്സിൽ ഈ മുഖമല്ലാതെ വേറൊരു മുഖമില്ല. അത് ഭാര്യയ്ക്ക് കൂടെ തോന്നണം വേറെ മുഖമില്ലെന്നുള്ളത്. ഒരു സ്ത്രീ പറഞ്ഞ, അച്ഛാ ഇയാൾ മിടുക്കനാ, പക്ഷെ ഭൂമിയിൽ ഏത് പെണ്ണുങ്ങളെ കണ്ടാലും നിർത്താത്ത വർത്താനം, എന്നോട് മാത്രം ഒന്നും സംസാരിക്കാനില്ല. ചില ആണുങ്ങളുണ്ട് സ്വന്തം ഭാര്യയേക്കാൾ ഇഷ്ടം പെങ്ങളോടാ, പഴയ പെങ്ങളോട്. എപ്പോഴും പെങ്ങളെ പൊക്കി പിടിച്ച് നടക്കും, സ്വന്തം ഭാര്യയേക്കാൾ ഉപരി സ്ഥാനം. കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ നിഷിദ്ധമാണ്. കാരണം ഒരു സ്ത്രീക്ക് തോന്നരുത് എന്നേക്കാൾ ഉപരിയായിട്ട് ഇവൻ ഇയാളുടെ പെങ്ങളോടാ ബന്ധങ്ങൾ, അല്ലെ അമ്മയോടാ ബന്ധം. സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിൽ അത് പോരാ. അപ്പൊ ശരിക്കും സ്നേഹമുണ്ടെന്ന് വരില്ല, ആ സ്നേഹം പ്രകടിപ്പിക്കണം. ഈ അസീസി ധ്യാനമന്ദിരത്തിൽ ഭർത്താവും ഭാര്യയും കൂടെ ധ്യാനിക്കാൻ പോകും. ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തെ മനസ്സിലായി ഇവനൊരു കുഴപ്പമുണ്ട്. ഇവന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ഉള്ളു മുഴുവൻ സ്നേഹമാണ്, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. മനസ്സ് നിറയെ സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ഭാര്യ പറഞ്ഞാൽ ഇയാൾ എന്നെയല്ല കെട്ടിയിരിക്കുന്നത്. ഇയാൾ കെട്ടിയിരിക്കുന്നത് ഒരു റബ്ബർ തോട്ടത്തെയും 25 ഷീറ്റിനെയും ഒരു മാരുതിക്കാരനെയും. ആച്ചാ എന്റെ കൂടെ 2 ദിവസം പോലും താമസിക്കില്ല. എപ്പോഴും കാറേ ശരണം, ഷീറ്റേ ശരണം, തോട്ടം ശരണം, ഈ പോക്ക് തന്നെ പോക്ക്. അച്ഛനൊന്ന് പറയണം. ഞാൻ പറഞ്ഞു, പൊന്നു മനുഷ്യ, ഭാര്യ പാവം ശരിയാ, അല്പം കൂടെ അവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഷീറ്റേ തോട്ടം കാറ് എന്ന് പറഞ്ഞു ഓടി നടന്നാൽ പോരാ, അല്പം കൂടെ ശ്രദ്ധിക്കണം. എന്നാൽ അയാൾ പറഞ്ഞു, പൊട്ടച്ചവത്താലി, അവൾക്ക് വല്ല വിവരമുണ്ടോ? വെച്ചാൽ അവൾക്ക് എന്നാത്തിന്റെ കുറവാച്ചാ. ഡെയിലി 10 ഷീറ്റ് അവളുടെ പേര്, ഒരു അംബാസിഡർ കാറ്, സമർത്ഥനായ ഒരു ഡ്രൈവർ, ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വേണം, ഇതാണ് പ്രശ്നം. അപ്പൊ ഈ സ്നേഹം ഉള്ളി വെച്ചാൽ പോരാ, അത് പ്രകടിപ്പിക്കണം, അത് കാണിക്കാനും പഠിക്കണം എന്നുള്ളതാണ്. ഉത്തമനായ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവനാണ്. ഉത്തമനായ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവനാണ്. 2, ഉത്തമനായ ഭർത്താവ് ഭാര്യയെ വളർത്തുന്നവനാണ്. ഭാര്യയെ വളർത്തുന്നവനാണ് ഉത്തമനായ ഭർത്താവ്. ശിരസായ മിശിഹ ഉടലായ സഭയെ വളർത്തിയതുപോലെ ശിരസായ ഭർത്താവ് ഉടലായ ഭാര്യയെ വളർത്തണം. പാലാ അൽഫോൻസ കോളേജിൽ ഒത്തിരി ധ്യാനിപ്പിച്ചൊക്കെ നടന്നിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, മരിച്ചുപോയ റോസ്ലിൻ ചെറിയാൻ. എപ്പോഴും ആ സ്ത്രീ പറയും, എന്റെ ജീവിതത്തിൽ ഒരു മിനിമം പഠിത്തം കഴിഞ്ഞ് എന്നെ ചെറിയാച്ചൻ കെട്ടി. എന്നെ പിന്നീട് പഠിപ്പിച്ചതും ഒരു കോളേജ് പ്രൊഫസറാക്കി ഇത്രയും വളർത്തിയതും ചെറിയാച്ചന്റെ സാമർഥ്യവും വീട്ടുകാരുമാണ്. ഒരു സ്ത്രീയെ ഒരു പുരുഷന് വളർത്താൻ പറ്റും. ഒരു സ്ത്രീയിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചു കൊച്ചു നന്മകൾ കണ്ടറിഞ്ഞ്, ആ മേഖല കണ്ടറിഞ്ഞ് അവളെ വളർത്താൻ ഒരു പുരുഷന് സാധിക്കണം. ഭർത്താവിന് ഉത്തമനായ ഭർത്താവ് ഒരു സ്ത്രീയെ വളർത്തുന്നവനാ. ഏതെല്ലാം ഒരിക്കലും ഒരു ഭാര്യയുടെ വളർച്ച കണ്ട് അസൂയപ്പെടരുത്. ഇടവകയിൽ ഒരു സ്ത്രീക്ക് അല്പം അംഗീകാരം കിട്ടുന്ന കാണുമ്പോൾ അവളെ അസൂയയോടെ പീഡിച്ച് വീട്ടിലേക്ക് വലിച്ചു നോക്കുന്ന കെട്ടിയന്മാരെ കണ്ടിട്ടുണ്ട്. ഭാര്യയോട് അസൂയ. ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ, അല്പം ഉയർത്തി പറഞ്ഞാൽ സഹിക്കാൻ മേലാത്ത ആണുങ്ങൾ. അത്രമാത്രം അവർ വളർന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഒരു സ്ത്രീ വളരുമ്പോൾ അതിൽ അഭിമാനിക്കേണ്ടത് ഭർത്താവാണ്. കാരണം എന്റെ ഭാഗം, ദൈവനെ ഏൽപ്പിച്ച ഭാഗം ഇതാ അവൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഉത്തമനായ ഭർത്താവ് ഭാര്യയെ വളർത്തുന്നവൻ, വളർത്താൻ അവസരങ്ങൾ കൊടുക്കുന്നവനാണ്. 3, ഉത്തമനായ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മരിക്കുന്നവനാണ്. ശിരസായ മിശിഹ ഉടലായ സഭയ്ക്ക് വേണ്ടി മരിച്ചതുപോലെ ശിരസായ ഭർത്താവ് ഉടലായ ഭാര്യയ്ക്ക് വേണ്ടി മരിക്കണം. ഭാര്യയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയൊക്കെ മരിച്ചു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർത്തോണം, എളുപ്പമാണെന്ന് ആരും ഓർത്തേക്കൽ. ഞങ്ങൾ അച്ഛന്മാർക്ക് ജീവിതം വളരെ എളുപ്പമാണ്. കാരണം ഒരുമാതിരി മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി, പരിക്ക് പറ്റാതെ എളുപ്പത്തിൽ കാലം കടന്നു പോകും. ഞാൻ അച്ഛനായിട്ട് 13 വർഷമായി. 13 സെക്കൻഡ് പോലെ തോന്നുന്നു. 980 വീട്ടിൽ നിന്ന് പോകുന്നതാ. 26 വർഷം കഴിഞ്ഞു. എന്റെ ചേട്ടൻ സെമിനാരി കയറ്റി എന്നെ വിട്ടതിന് ശേഷം ഒരു കിടക്കാനുള്ള ഒരു ചൗക്കാളു ഒരു ചെറിയ മെത്തയിൽ നിന്നിട്ട് കരഞ്ഞുകൊണ്ട് കണ്ണും തുടച്ചു പോകുന്ന ഓർക്കുന്നുണ്ട്. കാരണം ഏക അനിതനായ ഞാൻ സെമിനാരി പോന്നു കഴിഞ്ഞപ്പം തിരിച്ചു പോകുന്ന ഓർമ്മയാണ്. ഇന്നലെ പോയതുപോലെ 26 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഴപ്പമില്ല. കാരണം ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങളുടെ ഏറ്റവും വലിയ ആനുകൂല്യം സ്ഥലം മാറ്റമുണ്ട്, ട്രാൻസ്ഫർ. അതാണ് ഞങ്ങളുടെ മഹാഭാഗ്യം.
ഞാനധികം അച്ഛനായിട്ട് 13 വർഷം ഇരുന്നാലും എൻ്റെ ഒരു വിധി ചെല്ലുന്നിടത്ത് ഒത്തിരി കാലം എന്നെ ഇരുത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ 2 ഇടത്തെ ആകെ ഇരുന്നിട്ടുള്ളൂ, തിരുവനന്തപുരം ആശ്രമത്തിലും പറഞ്ഞാനത്തും. സാറേ ഞങ്ങൾക്ക് 3 വർഷത്തിനിടയ്ക്ക് മാറണമെന്ന് ഏതെങ്കിലും കൊടുത്തിപ്പെട്ട് അവിടെ അങ്ങ് ഇരുന്ന് പോകും. അപ്പം ഇങ്ങനെ 13 വർഷമായിട്ട് ജീവിതം. അപ്പം ഞങ്ങൾക്ക് സ്ഥലമാറ്റമുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ട്രാൻസ്ഫർ ചോദിച്ച് മേടിക്കാം, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ പരാതി പറഞ്ഞ് ഞങ്ങളെ വേണേൽ മാറ്റിക്കാം, എളുപ്പമുണ്ട്. അച്ഛന്മാരെ മാറ്റാൻ പറ്റും, അവർക്ക് മാറാനും പറ്റും. അതാണ് സ്ഥലമാറ്റം. ചെല്ലു പറയും പറയാനുള്ളതല്ല, ഒരു സ്ഥലത്ത് പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കൊടുത്തിരിക്കുന്നത്. കാരണം അല്ലേ 3-4 വർഷം കഴിയും വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കേണ്ടി വരികയല്ലേ, അതുകൊണ്ടാണ് ട്രാൻസ്ഫർ എന്ന് പറയും. പക്ഷെ ആനുകൂല്യമുണ്ട് നമുക്ക്. പക്ഷെ ഞാൻ ഓർക്കും ദൈവമേ കുടുംബജീവിതക്കാർക്ക് വല്ല സ്ഥലമാറ്റമുണ്ട്. എൻ്റെ ചേട്ടൻ്റെ അവസ്ഥ ഞാൻ പലപ്പോഴും ഓർക്കും, ദൈവമേ വല്ല ട്രാൻസ്ഫറുമുണ്ട്. കിട്ടിയ പെണ്ണിൻ്റെ കൂടെ മരണം വരെ ജീവിക്കണം. ചേച്ചിയാണല്ലോ കിട്ടിയ ചെറുക്കൻ്റെ കൂടെ മരണം വരെ ജീവിക്കണം. എവിടെയും സ്ഥലമാറ്റം കേട്ടിട്ടുണ്ടോ? 2 വർഷം മാത്തുക്കുട്ടി, 3 വർഷം തോമാച്ചൻ, 5 വർഷം ഔസേപ്പച്ചൻ, 2 വർഷം കുഞ്ഞമ്മ, 3 വർഷം കുഞ്ഞുഞ്ഞമ്മ, 5 വർഷം തെയ്യാമ്മ. മാറ്റിയെടുക്കാൻ പറ്റിയല്ലോ. കിട്ടിയ ആളുടെ കൂടെ മരണം വരെ ജീവിക്കണമെന്നാ. അപ്പൊ അങ്ങനെയുള്ളടത്ത് മരിച്ചു ജീവിക്കണം. മരിച്ചു ജീവിക്കുക. ഭാര്യയ്ക്ക് വേണ്ടി സ്വയം മരിക്കുന്നവനാണ് ഭർത്താവ്. ഭർത്താവിന് വേണ്ടി മരിക്കുന്നവളാ ഭാര്യ. പ്രത്യേകിച്ച് പുരുഷൻ കുടുംബത്തിന്റെ ശിരസ്സായതുകൊണ്ട് കൂടുതൽ അവൻ സ്വയം ശൂന്യവൽക്കരിക്കണം കുടുംബത്തിന്റെ വിജയത്തിന് വേണ്ടി. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ഒരു വീട്ടില് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഞായറാഴ്ച കയറി ചെന്നു. അപ്പൊ ചെന്നപ്പോൾ ടി വിയിൽ സിനിമ നടക്കുന്നു. അപ്പനും 2 കുഞ്ഞു പെൺപിള്ളേരുണ്ട്, 8ഉം 6ഉം വയസ്സുള്ള പിള്ളേർ. ഇവര് സിനിമ കാണും. ഞാൻ ചെന്നപ്പോൾ നല്ല കൂണുകറി വെക്കുന്നതിന്റെ കൊതിപ്പിക്കുന്ന മണം മൂക്കിലടിച്ച് കയറി വരും. മഞ്ഞളും ഉള്ളിയും മുളകും തേങ്ങാപ്പീരിയൊക്കെ അരച്ചതിന്റെ ഒരു മണം കൂണിന്റെ കൂടെ കിടന്നു. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പം അവർ പറഞ്ഞു കുറേയേറെ തടിക്കൂണ് കിട്ടി അവർക്ക്, തടിയാലുണ്ടാകുന്ന കൂണ്. ഈ തടിക്കൂണ് മൊത്തം പറിച്ച് ഒരുക്കി കഴിഞ്ഞപ്പോൾ 2 പേർക്കും പേടി, ഇതിനകത്ത് വിഷാംശം ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം തടിക്കൂണ് അത്ര ധൈര്യത്തോടെ കഴിക്കുകയല്ല. അപ്പൊ ഇത് ശരിക്കും ഒരുക്കി വൃത്തിയാക്കിയിട്ട് മഞ്ഞളിനകത്ത് തിരുമ്മി വെച്ചു. അങ്ങനെ തിരുമ്മി വെക്കുമ്പം കൂണിന് ചെറിയൊരു നീലനിറം വന്നു കഴിഞ്ഞാൽ വിഷാംശം ഉള്ളത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഒരു പാത്രം കൂണുണ്ട്. ഇത് കൊണ്ടുപോയി ഈ സ്ത്രീ കറി വെച്ചുകൊണ്ടിരിക്കുക, ചെറുപ്പക്കാരി ഭാര്യ, അവൾ നേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭാര്യ ഒരു സോസറിനകത്ത് കൂണുകറിയായിട്ട് അതിനകത്തൊരു സ്പൂണും വെച്ച് കെട്ടിയോണ്ട് കൊണ്ടെന്ന് പറഞ്ഞു, കഴിച്ചു നോക്കാം മനുഷ്യ, കൊള്ളാവുന്നു, ഉപ്പ് മതിയോ നോക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു നീ കഴിക്കടി, കഴിച്ചിട്ട് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു എന്നാലും നമ്മൾ അങ്ങനെയല്ല, ആദ്യം ഇങ്ങേർക്കല്ലേ തരുന്നത്, ഇങ്ങേര് കഴിക്കുക, എന്നിട്ട് ഞാൻ കഴിക്കാം. 2 പേർക്കും പേടി, അതിനകത്ത് വിഷമുണ്ടോന്ന് അറിയത്തില്ലല്ലോ, എന്നാ കുഴപ്പമൊന്നും അറിയത്തില്ല. അപ്പൊ അവൻ പറയാ എടി വിവാഹത്തിന് അന്നെടുത്ത വാഗ്ദാനം ഇന്നേലും ഞാൻ നിറവേറ്റിട്ടുള്ളൂ, ഞാൻ കഴിച്ചില്ലെങ്കിലും നിന്നെ കഴിപ്പിക്കണമെന്നല്ല, അതുകൊണ്ട് നീ കഴിക്കടി, അതിനുശേഷം ഞാൻ കഴിക്കാം. കുറച്ച് കഴിഞ്ഞു ഞാൻ പള്ളിയിലേക്ക് തിരിച്ചു പോയി. ഒരു 5:30 മണി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൊച്ച് ചോറ്റുപാത്രം നിറയെ കൂണുകറിയായിട്ട് വന്നു പറയാം, അച്ഛാ ഡാഡിയും മമ്മിയും കഴിച്ചിട്ട് 2 പേർക്കും കുഴപ്പമില്ല, അതുകൊണ്ട് അച്ഛന് തന്നാണെന്ന് പറഞ്ഞ് ഈ കറിയും കൊണ്ട് വന്നു. ചില ആൾക്കാർ ഇങ്ങനെയാ മരിക്കുന്നത്. അപ്പം സ്വയം മരിച്ചാലും ഭാര്യയെ സംരക്ഷിക്കുന്ന ഭർത്താവ്, സ്വയം തകർന്നാലും ഭർത്താവിനെ സംരക്ഷിക്കുന്ന ഭാര്യ, അങ്ങനെയുള്ള കുടുംബത്തിലേക്കാ ദൈവം നമ്മളെ വിളിക്കുക. അപ്പം ഇത് മരിക്കലാണ്. വീണ്ടും കുടുംബജീവിതം ഒരു പുനർജനിക്കലാണ്. ദാമ്പത്യ ജീവിതം ഒരു പുനർജനിക്കലാണ്. ഭർത്താവ് സ്വന്തം ഇഷ്ടങ്ങൾക്ക് മരിച്ച് ഭാര്യയുടെയും മക്കളുടെയും ഇഷ്ടങ്ങൾക്ക് വേണ്ടി പുനർജനിക്കണം. സ്വന്തം ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് സഹിച്ചുകൊണ്ട് ഭാര്യയുടെയും മക്കളുടെയും ജീവിതത്തെ ധന്യമാക്കാനായിട്ട് ഒരു ഭർത്താവ് പുനർജനിക്കണം, ഒരു ഭാര്യ പുനർജനിക്കണം. കുടുംബജീവിതം ഒരു പുനർജനിക്കലാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് മരിക്കണം, സ്വന്തം സുഖങ്ങൾക്ക് മരിക്കണം, സ്വന്തം സുഖ സന്തോഷങ്ങൾക്ക് മരിക്കണം. മരിച്ചിട്ട് എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പുനർജനിക്കുന്ന ഭർത്താവ്, അങ്ങനെ ജനിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. ഇത് അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയൊക്കെ യാത്ര 2 കാലയിലാണ്. ദമ്പതിമാരുടെ യാത്ര 3 കാലയിലാണെന്ന് ഓർക്കണം. കല്യാണം കഴിക്കുന്നവരെ ഭർത്താവിന് 2 കാലേ നടക്കാം, ഭാര്യയ്ക്ക് 2 കാലേ നടക്കാം. കല്യാണം കഴിഞ്ഞാലോ 1 കാല് കൂട്ടിക്കെട്ടും, 1 കാല് കൂട്ടിക്കെട്ടും. സ്വന്തം ഇഷ്ടപ്രകാരം ഒറ്റക്കാലേ പാം. ഭാര്യയ്ക്കും ഭർത്താവിനും അത്രയും സ്വാതന്ത്ര്യമുള്ളൂ. പക്ഷെ ഒപ്പത്തിനൊപ്പം നടക്കണം. ഒരുത്തം പറയാം എന്റെ അച്ഛാ കല്യാണത്തിന് ഇഷ്ടം പോലെ ഞാൻ പച്ചവെള്ളം കുടിച്ചിരുന്നത്, ഇപ്പം ചൂടുവെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. കാരണം ഇവള് കുറെ നാളത് ഉണ്ടാക്കി തന്നപ്പോഴത്തേക്ക് അങ്ങനെ കുടിച്ച് പൊരുത്തപ്പെട്ടു പോയി. ഞാൻ സ്പീഡിൽ ഓടിയ ആളാണ്, ഇപ്പൊ എനിക്ക് ഓടാൻ പറ്റില്ല അച്ഛാ, പയ്യെ പോകാനേ പറ്റൂ. കാരണം ഒപ്പത്തിനൊപ്പം സ്പീഡിൽ പോയി അവിടെ നിൽക്കുക മനുഷ്യാന്നും പറഞ്ഞ് പുറയുന്ന ഒരാൾ പറയാനായിട്ടുണ്ട്. അപ്പൊ ഇതൊരു 3 കാലയിലോട്ടവാ. ഏറ്റവും വലിയ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ടത് ദമ്പതിമാർക്കാന്ന് തോന്നാറുണ്ട്. ഏറ്റവും വലിയ അവാർഡ്. ഇന്നാള് കോഴിക്കോട് ഒരു വേലായുധൻ 90 പാമ്പിന്റെ കൂടെ 3 മാസം കിടന്നെന്നും പറഞ്ഞ് പാമ്പും കൂട്ടിയിൽ വേലായുധന് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുത്തു. ദൈവമേ, അവൻ അവാർഡ് കൊടുത്തെങ്കിൽ ഇതിനേക്കാൾ വിഷമുള്ള കെട്ടിയവന്റെ കൂടെ 25 വർഷം കാലം ജീവിച്ച ഭാര്യയ്ക്ക് എന്തോ ഒരു അവാർഡ് കൊടുത്താല.
ഇതിനേക്കാൾ വിഷമുള്ള ഭാര്യയുടെ കൂടെ 25 വർഷം ജീവിച്ച ഭർത്താവിന് എന്നെ അവാർഡ് കൊടുത്താലാ? ഏറ്റവും വലിയ അവാർഡ് ദമ്പതിമാർക്കാണ് കൊടുക്കേണ്ടത്. 3 കാലയിലോട്ടത്തിന്റെ 30-ാം വർഷം, 3 കാലയിലോട്ടത്തിന്റെ 25-ാം വർഷം. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ അവിടെയുള്ള കുറവുകളും കുറ്റങ്ങളൊക്കെ പരിഹരിച്ച് ജീവിച്ചു പോകുമ്പോൾ ഒരു ജീവിത വിജയത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കും. അങ്ങനെയുള്ള ജീവിതത്തിൽ ചിലപ്പം മക്കളുണ്ടാകാം, മക്കളുണ്ടായില്ലെന്നിരിക്കാം. ആ ഒരു ചിന്ത കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുമിച്ചൊന്ന് കാണുക. കഴിഞ്ഞ കൊല്ലം പ്രാരംഭ ചിന്തകൾ നമ്മുടെ മണിക്കൂറുകൾ കുടുംബത്തെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു പുരുഷനും സ്ത്രീ ഒരുമിച്ച് ജീവിച്ച് ദാമ്പത്യ ബന്ധത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ ദൈവം ചിലപ്പോൾ മക്കളെ കൊടുക്കും, ചിലപ്പോൾ മക്കളെ കൊടുത്തില്ലെന്നിരിക്കും. കുടുംബജീവിതത്തിന്റെ വിശുദ്ധി ആരംഭിക്കുന്നത് ആദ്യ രാത്രി മുതലാണ്. ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ധ്യാനിപ്പിച്ചപ്പം പള്ളിയുടെ അകത്തിടയുണ്ടായിട്ട് ഒത്തിരി ചെറുപ്പക്കാർ പുറത്ത് ഇങ്ങനെ ഇരുന്ന് കേൾക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ധ്യാനത്തിന്റെ 4-ാം ദിവസമായി ഇന്ന് അച്ഛൻ ഒരു ആദ്യ രാത്രി അവതരിപ്പിക്കാൻ പോവുക. കേട്ടത് ബാധി, കേൾക്കാത്തത് ബാധി. ആനവാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്കൊരു കൂട്ടയിടി. ബൈബിളിൽ ഒരു ആദ്യ രാത്രിയുണ്ട്. തോബിത്തിന്റെ പുസ്തകം 8ഉം 9ഉം അധ്യായങ്ങളിലെ ആദ്യ രാത്രി, 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലെയും കടന്നു വരുമ്പോൾ ആദ്യ രാത്രി തോബിയാസും ഭാര്യയും സാറായും കൂടെ തനിച്ച് മണവറയ്ക്കുള്ളിലായി. അവരിങ്ങനെ തനിച്ച് മണവറയ്ക്കുള്ളിൽ ആയിരിക്കുമ്പോൾ സാറായും തോബിയാസ് ഇരിക്കുമ്പോൾ തോബിയാസ് സാറയോട് പറഞ്ഞു, വാടി എഴുന്നേക്കടി, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് പറഞ്ഞു തുടങ്ങുക, പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ ആദത്തിന് ചേർന്ന ഇണയായി തക്കതായ തുണയായി ഹവ്വായെ നൽകി. അവരിൽ നിന്നും മാനവ വംശം ജന്മമെടുത്തു. എന്നിട്ട് പറയുക, ദൈവമേ, ഞാനിവളെ സ്വീകരിച്ചിരിക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹത്താലാണ്, വിശുദ്ധമായ സ്നേഹത്താലാണ്. ഇവളോടൊത്ത് ശവക്കല്ലറ വരെ എത്താൻ എനിക്ക് കൃപ തരണമേ. അപ്പോൾ സാറാ പറഞ്ഞു, ആമേൻ. ആമേൻ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം അപ്രകാരം സംഭവിക്കട്ടെ. കെട്ടിയോൻ എന്നാ പറഞ്ഞോ? അപ്രകാരം സംഭവിക്കട്ടെ. ഇതായിരുന്നു ആദ്യ രാത്രിയിലെ പ്രാർത്ഥന. നിങ്ങൾ പലരും വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ രാത്രി കഴിഞ്ഞവരുണ്ട്. ആദ്യ രാത്രിയിലെ ആദ്യത്തെ ഡയലോഗ് എന്തായിരുന്നുവെന്ന് ഈ ധ്യാനത്തിലൊന്ന് ചിന്തിക്കണം. എത്ര പേര് പറഞ്ഞു, വരൂ നമുക്ക് എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം? പല ആണുങ്ങളും ചോദിച്ചു, എടി ഇത് മുഴുവൻ സ്വർണ്ണമാണോ അത് മുക്കുവണ്ടം വലുതുണ്ടോ? എടി പല പെണ്ണുങ്ങളും ചോദിച്ചു, താൻ ഇതിനു മുമ്പ് പലവരെയും തട്ടിയിട്ടുണ്ടോ, മുട്ടിയിട്ടുണ്ടോ, തൊട്ടിട്ടുണ്ടോ? ഇതാണ് പലപ്പോഴും ആദ്യ രാത്രിയിലെ ആദ്യ ഡയലോഗ്. അപ്പൊ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് ആരംഭിച്ചപ്പോൾ കുടുംബജീവിതം വിജയിച്ചെന്നാ പറയുക. ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയുടെ വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് സിംബോസിയം. സിംബോസിയം എന്ന പുസ്തകത്തിൽ ഒരു ജീവിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജീവിയുടെ പേരാണ് ആൻഡ്രോജീൻസ്. ആൻഡ്രോജീൻസ് എന്ന ജീവിയാണ് പ്ലേറ്റോ സിംബോസിയം എന്ന ആ ഫിലോസോഫിക്കൽ ബുക്കിൽ അവതരിപ്പിക്കുക. ഈ ആൻഡ്രോജീൻസിന്റെ പ്രത്യേകത, ഒരു തല, 4 കൈകൾ, 4 കാലുകൾ, 2 മുഖങ്ങൾ, ഒരു ഉടൽ. 4 കാലുകൾ, 4 കൈകൾ, ഒരു ഉടല്, ഒരു തല, 2 മുഖം. ഇതാണ് ആൻഡ്രോജീനിസ്. 2 ജീവികളുടെ സമ്പൂർണ്ണ പൊരുത്തതയെ കാണിക്കുക. അപ്പൊ ദേവന്മാർക്ക് പോലും ഈ ജീവികളുടെ പൊരുത്തം കണ്ടപ്പോൾ, ഐക്യം കണ്ടപ്പം അസൂയയായി. അവർ തലദൈവമായ സേവൂസ് ദേവനോട് ഒരു പരാതി പറഞ്ഞു, ഇത്രയും പൊരുത്തമുള്ള ജീവികളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഈ ജീവിയെ ഒന്ന് പിളർക്കണം. അപ്പോൾ സേവൂസ് ദേവൻ മിന്നൽ പിണർ എന്ന ആയുധം അയച്ച് ഈ ജീവിയെ 2ആയിട്ട് പിളർന്നു. അങ്ങനെ പിളർന്ന ജീവിയാണ് നരൻ നാരി, പുരുഷൻ സ്ത്രീ, 2ആയിട്ട് പിളർന്നു. അന്നു മുതൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മനപ്രയാസം. പിന്നെ എന്ന് ഒരുമിച്ച് കൂടുവോ അന്നേ ഉള്ളൂ പൂർണ്ണമായ സന്തോഷം. ഇതാണ് പ്ലേറ്റോ പറയുക, ഏറ്റവും ചേരുന്നത് പുരുഷനും സ്ത്രീയും ഒരുമിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ ധന്യത, ഏറ്റവും വലിയ തൃപ്തി അനുഭവിക്കുന്ന അവിടെയാണ്. കാരണം ഒരുമിച്ചിരുന്നവരെ ഒരിക്കൽ വിഭജിച്ചു, പിന്നീട് തമ്പുരാൻ വീണ്ടും ഒരുമിപ്പിച്ചു. അതാണ് സ്ത്രീ പുരുഷ ബന്ധം എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഒരുമിച്ച് ചേർക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പുഷ്പിക്കലായിട്ട് ദൈവം ചിലർക്ക് മക്കളെ കൊടുക്കും, ചിലർക്ക് മക്കളെ കൊടുത്തില്ലെന്നിരിക്കും. മക്കൾ ഉണ്ടായില്ല എന്നോർത്ത് കുടുംബജീവിതം തകർന്നെന്ന് ഓർത്തേക്കരുത്. കുടുംബത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം മക്കളെ ജനിപ്പിക്കുക എന്നതല്ല. കുടുംബത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം കൂട്ടുകെട്ടാണ്. മക്കൾ ഉണ്ടാകാതിരിക്കാം. ദൈവം പറഞ്ഞത് എന്താ? ഹവ്വായെ എടുത്ത് ആദത്തിന്റെ കൊടുത്തിട്ട് പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ മക്കൾ ഉണ്ടാകട്ടെ എന്നല്ല. ദൈവം പറഞ്ഞ വാക്കാണ് ചേർന്ന ഇണയും തക്കതായ തുണയും. ഒരു സ്ത്രീയെ പുരുഷന് കൊടുത്തിരിക്കുന്നത് ഒരു കൂട്ടുകാരിയായിട്ടാണ്. ഒരു പുരുഷനെ സ്ത്രീക്ക് കൊടുത്തത് ഒരു കൂട്ടുകാരനായിട്ടാണ്. മക്കൾ ജനിക്കുകയോ ജനിക്കാതിരിക്കുകയും ചെയ്യാം, അത് മറ്റൊരു വശം എന്നുള്ളതേ ഉള്ളൂ. അടിസ്ഥാനം കൂട്ടാ. ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ പറയുന്നത് എന്താ? മക്കളുണ്ടാകാനുള്ള വകുപ്പ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നല്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയ വടവൃക്ഷം പെടന്നു പോയല്ലോ. ഒരു സ്ത്രീ മരിച്ചു കഴിയുമ്പോൾ ആണുങ്ങൾ ഓടിച്ചെന്ന് കെട്ടുന്നതാണ്. ചിലപ്പോഴൊക്കെ 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് ഭർത്താവ് പോയി കേട്ടു ആൾക്കാർ വരുമ്പോൾ ക്രൂരതയുടെ മനുഷ്യൻ,
ഇത്രയേ ഉള്ളല്ലോ, അവള് മരിച്ച് ഇത്രയായപ്പോഴത്തേന് പോയി കെട്ടിയല്ലോ. ഒരിക്കലും വിധിച്ചേക്കരുത്. കാരണം ആണുങ്ങൾക്ക് വിവാഹത്തിന്റെ സുഖവും സന്തോഷവും അനുഭവിച്ച ആണുങ്ങൾക്ക് ഒരുമിച്ച് ഈ ഏകാന്തത സഹിക്കാൻ പറ്റുകയില്ല. അതെപ്പോഴും ഓർത്തോണം. അതുകൊണ്ടാണ് പറയുക, ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ഇരുന്നോട്ട് കുഴപ്പമില്ല. കാരണം ഒത്തിരി പ്രശ്നക്കുറവുണ്ട്. പക്ഷെ ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ഇരിക്കാതിരിക്കാൻ നല്ലതെന്ന് പറയും. കാരണം ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ കൂടെ ജീവിച്ചതിന് ശേഷം പിന്നീട് ഏത് മരുമക്കൾ ചെയ്താലും എന്ത് കൊടുത്താലും ഉൾക്കൊള്ളാൻ പറ്റിയല്ല. കാരണം അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർമ്മ വേണ്ടി വരും. പക്ഷെ ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചാലും പ്രശ്നമില്ല. വേദന കുറച്ചൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങള്, സഹനശക്തി, ത്യാഗം കൂടുതലുള്ളത് കൊണ്ട് ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, ഒരു പുരുഷന് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ചേർന്ന ഇണയായിട്ടാണ് കൊടുക്കുക. ഈ ഏകാന്തത്തിൽ ആണുങ്ങൾ പെട്ടെന്ന് പോയി കിട്ടും, പെണ്ണുങ്ങൾ അതുപോലെ കെട്ടിക്കുന്നില്ല. ഈ ഏകാന്തത സഹിക്കാൻ മേലാഞ്ഞിട്ടാ മനഃശാസ്ത്രപരമായിട്ട് ഈ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിയും, ഇല്ലെങ്കിൽ പരസ്പര ശ്രദ്ധ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവരെന്നാ ഓർക്കണം, ദൈവം എനിക്ക് കുറെ സ്വത്ത് തന്നിട്ടുണ്ട്, അത് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ഒത്തിരി പാവപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ സഹായിച്ച് ഞാൻ അത് പൂർത്തീകരിക്കും. ഇനി കുഞ്ഞുങ്ങളുണ്ടെങ്കിലോ ഒരു ചെറിയ ചിന്ത മനസ്സിൽ പതിപ്പിക്കണം. എരുമ, പശു, ആട്, പന്നി ഗർഭം ധരിക്കുന്നത് വയറ്റിലാണ്. പക്ഷെ ഒരു മനുഷ്യ സ്ത്രീ ഗർഭം ധരിക്കുന്നത് 2 പ്രാവശ്യമാണ്. ആദ്യം ഹൃദയത്തിൽ, 6 മാസം കഴിഞ്ഞ് ഉദരത്തിൽ എന്നാണ് പറയുക. ആദ്യം ഹൃദയത്തിൽ. ഒരു കുഞ്ഞിനു വേണ്ടി ഭർത്താവും ഭാര്യയും ദാഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി 5-6 മാസം കഴിഞ്ഞിട്ട് ആഗ്രഹിച്ച കുഞ്ഞിനെ ശാരീരിക ബന്ധത്തിലൂടെ ഉദരത്തിൽ ജനിപ്പിക്കണം. ആദ്യം ഹൃദയത്തിൽ, പിന്നീട് ഉദരത്തിൽ. ഇങ്ങനെയാണ് ദൈവം സൃഷ്ടികർമ്മം വെച്ചിരിക്കുക. ആദ്യം ഹൃദയത്തിൽ, പിന്നീട് ഉദരത്തില്. അങ്ങനെ ബൈബിളിൽ ഹൃദയത്തിൽ സ്വീകരിച്ച കുഞ്ഞിനെ ഉദരത്തിൽ ജനിപ്പിച്ച 2 സ്ത്രീകളുണ്ട്. ഒന്ന് എലിസബത്ത്, 2 പരിശുദ്ധ അമ്മ. എലിസബത്ത് പ്രസവിച്ചത് പ്രവാചകനെ, മറിയം പ്രസവിച്ചത് രക്ഷകനെ. നിങ്ങളുടെയൊക്കെ മക്കൾ നിങ്ങൾക്ക് രക്ഷകരും പ്രവാചകരുമായിട്ട് മാറണമെങ്കിൽ, നിങ്ങളുടെയൊക്കെ മക്കൾ നിങ്ങൾക്ക് രക്ഷകരും പ്രവാചകരുമായിട്ട് മാറണമെങ്കിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് മക്കൾക്ക് ജന്മം കൊടുക്കണമെന്നാ. ഇനിയും ചിലപ്പം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ഉദരത്തിൽ ജനിപ്പിക്കുമ്പോൾ ആ മക്കള് രക്ഷകരും പ്രവാചകരുമായിട്ട് മാറും. ഇനി കുറച്ച് വർഷം കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും ഈ വഴിക്കെങ്ങാനും ഞാൻ കടന്നു വന്നാൽ അന്ന് ഇവിടെ വരുമ്പോൾ പള്ളിയുടെ മുറ്റത്തും പരിസരത്തും രക്ഷകരും പ്രവാചകന്മാരും ഓടി നടക്കുന്നത് കാണുമോ? അതോ സാക്ഷാൽ കുട്ടിപ്പിശാചിയുടെ കൂട്ടയോട്ടം കാണുമോ? എങ്ങനെയാണോ മക്കളെ ജനിപ്പിച്ചത് അതുപോലെ ഇരിക്കും മക്കളുടെ സ്വഭാവം എന്നാണ് പറയുക. പ്രാർത്ഥനാപൂർവ്വം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം ദമ്പതിമാര്, പ്രാർത്ഥനാപൂർവ്വം. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവവിളികൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. അതും അപ്പനമ്മമാരുടെ കടമയാണ്. നമ്മുടെ മക്കളിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചു കൊച്ചു ദൈവവിളികൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. ഉദാഹരണത്തിന്, ഒരു മോൻ ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് ചുമ്മാ കുലുങ്ങി ചാടുക, തീങ്കുത്താന്നും പറഞ്ഞ് ഞുള്ളാൻ പോയേക്കരുത്. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഓട്ടം, ചാട്ടം അതിനകത്ത് മക്കളെ പരിശീലിപ്പിക്കണമെന്നാണ് പറയുക. കുഞ്ഞുനാളിൽ കാണുന്ന കൊച്ചു കൊച്ചു ദൈവവിളികൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ വിളിയും നമ്മുടെ കടമയൊക്കെയാ. കുഞ്ഞുങ്ങളിലുള്ള കൊച്ചു കൊച്ചു ദൈവവിളികൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. എന്റെ ചേട്ടന്റെ മോള് 5 വയസ്സായപ്പം തലയിൽ തോർത്തു വിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. കന്യാസ്ത്രീയാകാൻ ആഗ്രഹം. തലമുണ്ട് കിട്ടാത്തതുകൊണ്ട് കുളിമുണ്ട് തലമുണ്ടാന്നും പറഞ്ഞ് തലയിലിട്ടുകൊണ്ട് നടക്കുന്നു. അയൽവക്കത്തെ വീട്ടിലൊരു വലിയ കുടിയനുണ്ട്, കുടിയനുമുണ്ടൊരു മോള്, അവക്കും കൊണ്ട് തോർത്ത്. അവള് തലയിലിടുകയല്ല, കൈ പിടിച്ചാട്ടും ബാവോ ബാവോ ബാവോ. അവക്ക് വീട്ടിലമ്മയാകാനുള്ള സാധ്യത. ചേട്ടന്റെ മോന് 6 വയസ്സ് 5 വയസ്സായപ്പോ മുതല് മല്ലി, മുളക്, ഉള്ളി, സവോള പൊതിഞ്ഞുകൊണ്ട് വരുന്ന കടലാസുണ്ട്. അതിൽ ചാക്കുനൂല് മുറുക്കി കിട്ടിയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കുക. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നേ. അച്ഛനാകാൻ സാധ്യത. ധൂപക്കുറ്റി ആട്ടിക്കൊണ്ട് നടക്കുന്നു. അയൽവക്കത്തെ വീട്ടിൽ ചെറുക്കനുണ്ട്, അവൻ ചാക്കുനൂലിന്റെ അറ്റം ചെവി വെക്കും, മറ്റേ അറ്റം കൂട്ടുകാരനെ നെഞ്ചേ വെക്കും. എന്നിട്ട് പറയും, ശ്വാസം മുറുക്കി വിടറ, അയച്ചു വിടറ, നീട്ടി വിടറ, കുറുക്കി വിടറ. ഡോക്ടറാകാനുള്ള സാധ്യത. ചിലര് ചെറിയ കമ്പിയും ഈർക്കിലിയെ കയ്യിലെടുത്തിട്ട് പഠിക്കാവട 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 സാറാകാൻ സാധ്യത. ചില കള്ളനും പോലീസും കളിക്കുന്നു. ചിലർക്ക് കള്ളനാകാൻ സാധ്യത, ചിലർക്ക് പോലീസാകാൻ സാധ്യത. എല്ലാവർക്കും ഓരോരോ സാധ്യതയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ കള്ളന്മാരെ വളർത്തുന്നത് ആരാ? മാതാപിതാക്കളാണ്. ആ കാരണം കൊച്ചുപിള്ളാരെ ആ രീതി വളർത്തുന്ന മാതാപിതാക്കളാ. എന്താ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ട് ആദ്യം പറയുന്നത്? അപ്പനും അമ്മയോട് നോക്കി പറയും, കണ്ടോ കള്ളന്റെ കിടപ്പ് കണ്ടോ, കള്ളിയുടെ ചിരി കണ്ടോ, ബാവോ ബാവോ ബാവോ. അവിടെ നാട്ടി ആരംഭിക്കുന്നതാ. സ്കൂളിൽ പോയി വരുമ്പോഴോ കള്ളന്റെ ഓട്ടം കണ്ടോ, കള്ളിയുടെ ചാട്ടം കണ്ടോ. യുവത്വത്തിൽ അവള് കാമുകനെ വിളിക്കും എന്റെ കള്ള, അവൻ വിളിക്കും പൊടി കള്ളി. അങ്ങനെ ആരംഭിച്ച് അത് ദൈവവിളിയായിട്ട് മാറും. ആദ്യമായിട്ട് പിള്ളേരെ നുണ പറയാൻ പഠിപ്പിച്ചത് ആരാ? പെറ്റതള്ള. വട്ടയപ്പ കഷ്ണം കയ്യിലെടുത്ത് പിടിച്ചിരിക്കുക.
കൊച്ചു കാറിക്കൊണ്ട് അമ്മയെ അപ്പോ എന്ന് പറഞ്ഞ് ഓടി വന്നു. ഉടനെ തള്ള കൈ ഇങ്ങനെ വീശിയിട്ട് പറഞ്ഞു, കാക്ക കൊണ്ടുപോയി. കൊച്ചു പറയും, മുടിഞ്ഞ കാക്ക എന്റെ അപ്പവും കൊണ്ട് പോയല്ലോ. കൊച്ചിരുന്ന് വലിയ വായിലെ കാറാൻ തുടങ്ങും. കുറച്ച് കരയുമ്പോഴത്തേക്ക് കൈ കാണിച്ചിട്ട് പറയും, കൊണ്ടുപോയില്ല കേട്ടോ, ഞാണ്ടിരിക്കുന്നു. ആദ്യത്തെ നുണ പറയാൻ പഠിപ്പിക്കുന്ന അമ്മയാണ് കുഞ്ഞുങ്ങളെ. അത് കുഞ്ഞുനാളിൽ ആരംഭിക്കുന്നതാ. അപ്പം കൊച്ചുനാള് മുതൽ മക്കളിൽ മറിഞ്ഞിരിക്കുന്ന കൊച്ചു നന്മ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് വളർത്തണമെന്നാ പറയുക. അപ്പൊ അങ്ങനെ വളർത്തി വരുമ്പോഴത്തേക്ക് ചോദിക്കും, പണ്ടൊക്കെ ധ്യാനിപ്പിക്കുമ്പം കപ്പുച്ചനച്ചന്മാര് പറയുമായിരുന്നു, ഇത്ര മക്കളൊക്കെ ആകാം, ഇത്ര മക്കളാകണം. പിന്നെ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ ചെല്ലുന്നതിനോട് വല്ലതും ചോദിക്കാച്ചാ, പണ്ട് വലിയച്ഛന്മാര് പറയുമായിരുന്നു ഇത്ര മക്കൾ വരെ ആകാവുന്ന. ഇപ്പം എത്ര മക്കൾ വരെ ആകാവുന്ന വെച്ചാ നിങ്ങൾ ധ്യാനത്തിൽ പറയുന്നത്. ഞാൻ പറയും, എത്ര എണ്ണത്തെ ആക്കാവോ അത്രയും ആകാം. കാരണം കപ്പുച്ചിൻ സഭയല്ല ചെലവിന് കൊടുക്കുന്നത്, നിങ്ങളാണ് ചെലവിന് കൊടുക്കുന്നത്. എത്ര മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റുമോ അത്രയും. ഇപ്പം പണവും കാശുമുള്ള ആൾക്കാര് സൗകര്യത്തിന് വേണ്ടി മക്കളെ വേണ്ടെന്ന് വെക്കരുത്. ദൈവം തന്നാലായിക്കോട്ടെ. ഇപ്പൊ ഒരാൾ ഓർക്കുക, 2 പേരുണ്ടെങ്കിൽ കൊള്ളാം, സ്വത്ത് കൃത്യം പകുക്കാം, 2 എണ്ണം. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടി നമ്മൾ നിയന്ത്രിക്കരുതെന്നാണ് പറയുക. ഇപ്പൊ നമുക്ക് വേണ്ട അച്ഛനാകാൻ ആൾക്കാർ വേണ്ട, സിസ്റ്റേഴ്സ് ആകാനൊക്കെ വേണ്ട. ഇപ്പൊ ചിക്കാഗോ രൂപതൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ക്രീമായ പാരീഷിൽ നിന്നും ഒരു കാലത്ത് ദൈവവിളിയൊക്കെ ഉണ്ടാകാം. ഇപ്പൊ മയാമിയിൽ നിന്ന് ഒരു പയ്യൻ പോയിരിക്കുന്നു, 4 വർഷം കഴിയുമ്പോൾ അച്ഛനാവും. അത്രയും വർഷങ്ങൾ പഠിത്തം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സാധ്യതകളുണ്ട്, ധാരാളം വേണ്ട. നമുക്ക് ഒത്തിരിയേറെ ഭൗതിക സമ്പത്തൊക്കെ വർദ്ധിച്ചിരിക്കുന്ന ഈ അമേരിക്കയിൽ മിനിസോട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം 14 പുത്തൻ കുർബാന ഉണ്ടായിരുന്നത് ആ രൂപതയിൽ. ഞങ്ങളുടെ ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രോവിൻസ് ഞങ്ങളുടെ ഡെട്രോയിറ്റ് പ്രോവിൻസാണ്. 210 കപ്പുച്ചിനച്ചന്മാരുണ്ട്. പെൻസിൽവാനിയയിൽ 200 പേരോളമുണ്ട്. ന്യൂയോർക്കിൽ 168 പേരുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാ. ഈ വർഷം പുത്തനായിട്ട് 5 പേര് ന്യൂയോർക്ക് പ്രോവിൻസിൽ വന്ന് ചേർന്ന് ഞാൻ അവിടുത്തെ ഹൗസിൽ ചെന്നപ്പം കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള ദൈവവിളികളും ഈ അമേരിക്കയിലെ മറഞ്ഞിരിക്കുന്ന ലോകത്തുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ആ ദൈവത്തിന്റെ വഴികളിലും ദൈവവിളിയുടെ വിശുദ്ധിയിലൂടെ ഒക്കെ വളർത്താനും നമുക്ക് കഴിയണം. അതിനുള്ള നന്മകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് തമ്പുരാന്റെ വിശുദ്ധിയുടെ വളവുകളിലേക്ക് ആ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാ. അപ്പം കുഞ്ഞുനാള് മുതലേ മക്കൾക്ക് 3 നമ്മൾ വിദ്യാഭ്യാസങ്ങളും മറ്റും കൊടുക്കണമെന്നാ. എത്ര മക്കൾ വരെ ആകാം തമ്പുരാൻ തരുന്നത്. പണ്ടത്തെ കാലം ഓർത്ത് നോക്കി 10ഉം 15ഉം മക്കളുടെ എത്രയോ വരെ കണ്ടിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിലെ അരിസോണ എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ സായിപ്പും മാതാമയും 16 മക്കളാണ് അവിടെ ഉള്ളത്. 16 പേര്. അപ്പൊ 16 കുഞ്ഞുങ്ങളുമായിട്ടാ. അപ്പൊ അവസാനം കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞുമായിട്ടിരിക്കുന്ന അവസ്ഥ. അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ആ വീട്ടുകാർ വരാമെങ്കിൽ കുർബാന തുടങ്ങാം, കാരണം കോറം പൂർത്തിയാകുകയാണ്, ഒരു ഏരിയയിലേക്ക് നിറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞതാണ്, ഗർഭഛിദ്രം നടത്തിയും ജനനിയന്ത്രണം നടത്തുകയൊക്കെ ചെയ്യുന്ന നാട്ടിൽ ദൈവം തന്ന കുഞ്ഞുങ്ങളെ തമ്പുരാന് വേണ്ടി വളർത്തുക, അങ്ങനെ തീരുമാനമെടുത്തിരിക്കുക. അങ്ങനെയുള്ള മനുഷ്യരും ഈ അമേരിക്കയിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കുക. ഒരുപക്ഷെ നമ്മൾ ഒരു ഭൗതികതയുടെ പൊതുമുഖം മാത്രം കാണുമ്പോൾ ഗ്രാമാന്തരങ്ങളിൽ മറ്റൊരു ആത്മീയതയുടെ മുഖം ഇന്നും അണയാതെ ഇവിടെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക എന്നുള്ള ചിന്തയും നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. ഇപ്പം പണ്ടൊക്കെ 10ഉം 15ഉം ഉണ്ടായിട്ടും ആദ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ചക്ക പുഴുങ്ങി കാച്ചിക്ക വേവിച്ച് ഒക്കെ തള്ളമാരൊക്കെ വയറെ മുഴുവൻ മടക്കുമായിട്ടിരിക്കും. ആ മടക്കൊക്കെ നിവരുന്നത് ചക്കയുടെ സീസൺ ആകുമ്പോഴാണ്. കാരണം അത്രേ ഉള്ള അന്നത്തെ അമ്മച്ചിമാർക്കൊക്കെ കഴിക്കാനായിട്ട് കുടിയേറ്റ പ്രദേശങ്ങളിൽ. എന്നാലും പോറ്റി ആ കുടുംബമൊക്കെ മക്കളൊക്കെ അവിടെ ഇവിടെയും പോയി അലഞ്ഞലഞ്ഞ് കഷ്ടപ്പെട്ടു വന്നു. മുസ്ലിങ്ങൾക്ക് എത്ര മക്കളാ നാട്ടില്, ഇഷ്ടം പോലെ പണമുള്ളതൊന്നുമല്ല. പക്ഷെ 5 വയസ്സാകുമ്പോഴേ ഒരു മുട്ടായി പറഞ്ഞ് 2 ബീഡിയും വെച്ച് കൊടുത്ത് സ്റ്റൂൾ വിട്ടു കൊടുത്തു, കച്ചവടം പഠിപ്പിക്കുക. വളർന്നു വരുമ്പോൾ പ്ലാസ്റ്റിക് വിറ്റു, കൊട്ടുപാല് വെറുതെ കാപ്പിക്കുരി മേടിച്ചു. അവന്റെ വഴി തേടി സാമ്പത്തികം അവർ വളരാനായിട്ട് തുടങ്ങി. ഒത്തിരി നിയന്ത്രിക്കുന്ന നമുക്കിടയിലെ പ്രശ്നം. അതുകൊണ്ട് സീറോ മലബാർ സഭയിൽ തന്നെ ഇടയിലായാലും ഇറക്കേണ്ടി വന്നു. സീറോ മലബാർ സഭയുടെ കുടുംബത്തിൽ ഇനിയും കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടാകണമെന്നും പറഞ്ഞ് മെത്രാന്മാരുടെ ആഹ്വാനം പള്ളികളിൽ അത് വായിച്ചു. കാരണം നമ്മുടെ കേരളത്തിന്റെ സർവേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നിയോജക മണ്ഡലം 2 എണ്ണം നഷ്ടപ്പെട്ടത് കോട്ടയം ജില്ലയ്ക്കാണ്. അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ 4 എണ്ണം കൂടിയത് കോഴിക്കോടും മലപ്പുറത്തുമാണ്. നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ ABC കൊണ്ട് ഡിവിഷൻ തീരുമ്പം മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും MNOP വരെയാണ് ഡിവിഷൻ. മുസ്ലിങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരിക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്രാൻസ്, യൂറോപ്പൊക്കെ അങ്ങനെ ആയിട്ട് മാറുക. അത് ഇതാണ് നമുക്കിടയിലോ ഈ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചിരിക്കുന്നു. പണ്ടൊക്കെയാണ് വാഗേരി തമ്പുരാൻ ഇരയും തരും. ഒരച്ഛൻ പുത്തനായിട്ടൊരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യാഭർത്താക്കന്മാര് 30ഉം 28ഉം വയസ്സ്, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, മക്കളുണ്ടായിട്ടില്ല. അപ്പൊ അച്ഛനോട് ആരോ പറഞ്ഞ അച്ഛൻ കേട്ടിട്ടുണ്ട്, അങ്ങ് ഫ്രാൻസിൽ മാതാവിന്റെ തീർത്ഥാടക സ്ഥലമായ ലൂർദിൽ ഒരു പ്രത്യേക തിരി കത്തിക്കുന്നവർക്ക് ദൈവം മക്കളെ കൊടുക്കും. അച്ഛൻ പറഞ്ഞിങ്ങനെ ഒരു പെസഹാതിരി കത്തിച്ചാൽ മതി, മക്കളുണ്ടാവും. അപ്പൊ ഈ കുടുംബനാഥൻ എവിടുന്നോ അന്നത്തെ കണക്കിന് 25,000 രൂപ മേടിച്ച് ലൂർദിൽ തിരി കത്തിക്കാൻ പോയി. പോകാനും തിരിച്ചു വരാനും ഒക്കെ കൂടെ 2 ആഴ്ച സമയം. ഈ സമയത്ത് അച്ഛന് വടക്കേണ്ടിയിലേക്ക് സ്ഥലമാറ്റം കിട്ടി. അച്ഛൻ സ്ഥലമാറ്റം മേടിച്ച് വടക്കേണ്ടിയിൽ ചെന്നിട്ട് അച്ഛൻ 10 വർഷം കഴിഞ്ഞ് ഈ പള്ളിയുടെ വികാരിയായിട്ട് വരിക.
അപ്പൊ വന്നപ്പോ അച്ഛൻ ഓർത്തു 2-ാം ദിവസം പണ്ട് തിരികെത്തിക്കാൻ പോയ വീട്ടിൽ എന്തെങ്കിലും അനക്കം ഉണ്ടോ എന്നറിയാൻ അച്ഛനൊരാഗ്രഹം. അച്ഛൻ കയറിച്ച് നോക്കുമ്പം 8 വയസ്സ്, 6 വയസ്സ്, 4 വയസ്സ്, 2 വയസ്സ്, 2 മാസം പരുവത്തിൽ കൂത്താടി മുറിക്കുന്ന പോലെ പിള്ളേരിങ്ങനെ ഓടി ഓടി നടക്കുന്നു. ഭാര്യ കൊടക്കമ്പി പോലെ ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നു. ആകെപ്പാടെ പട്ടിണി, കെട്ടിയവനെ കാണാനുമില്ല. അച്ഛൻ ചോദിച്ചു, പെങ്ങളെ എവിടെ പോയി കെട്ടിയവൻ? എന്റെ അച്ഛ ബ്ലേഡുകാരന്റെ 50,000 രൂപ മേടിച്ച് ഒന്നുകൂടെ ലൂർത്തി പോയിരിക്കുക. എന്നാത്തിന് പോയതാ? എന്റെ പൊന്നച്ഛ, പണ്ട് കത്തിച്ച തിരി ഒന്ന് കെടുത്താനായിട്ട് പോയതാ. ഇതായിരുന്നു ഒരു കാഴ്ചപ്പാട്. അപ്പം ദൈവം തരുന്ന മക്കൾ തമ്പുരാൻ തരും, തമ്പുരാൻ നോക്കും. ഈ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദൈവം തരും, ദൈവം നോക്കിക്കോളും, ഒരു കാഴ്ചപ്പാട്. ഇന്ന് ഈ കണക്ക് കൂട്ടിയുള്ള ജനിപ്പിക്കലും മറ്റുമൊക്കെ ഇന്ന് ആരംഭിച്ചിരിക്കുന്നതാ. അപ്പൊ തമ്പുരാൻ നമുക്ക് തരുന്നതിന് ദൈവത്തിന്റെ വഴിയിലൂടെ വളർത്താനും ദൈവവിശുദ്ധിയിൽ ഉയർത്താനും ഒക്കെയുള്ള ഒരു വിളിയും ദൗത്യവും ഓരോ അപ്പനും അമ്മയ്ക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ടാ പറയുക, മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പം നിർബന്ധമായിട്ട് ഓർക്കാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പർദീസ ഒരുക്കി. ഇതുപോലെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പർദീസ ഒരുക്കണം. അത് മാത്രമേ ഉള്ളൂ. അതായത് ജനിക്കുന്ന മക്കൾക്ക് ജീവിക്കാൻ ആവശ്യമായ മിനിമം റിക്വയർമെന്റ്സ്. ഒത്തിരി മാക്സിമം ഒന്നും കൊടുക്കരുതെന്നാണ് പറയുക. കാരണം ഒരുപാട് മാക്സിമങ്ങളായതുകൊണ്ടൊന്നും അവരാരും തിരിച്ചു നോക്കും നമുക്കാർക്കും ഒരു ഉറപ്പുമില്ലല്ലോ. അതുകൊണ്ട് മിനിമങ്ങളെല്ലാം കൊടുക്കണം. നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറയും, ഇന്ത്യയിലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒരുക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ച് സഭയുടെ മോറൽ തിയോളജി ഭാരതീയ പശ്ചാത്തലത്തിൽ പറയുന്നത്, ഓരോ ഭർത്താവും ഭാര്യയും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കേണ്ട 4 കാര്യങ്ങൾ. 1, +2 വരെ പഠിപ്പിക്കാനുള്ള കഴിവ്. 2, 3 നേരത്തെ ഭക്ഷണം കൊടുക്കണം. 3, നഗ്നത മറയ്ക്കാൻ തുണി കൊടുക്കണം. 4, ആരോഗ്യത്തിന് മരുന്ന് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ എത്ര മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും മക്കൾ എന്നാണ് പറയുക. അതായത് ഒരുപാട് മാക്സിമം കൊടുത്തതുകൊണ്ട് മക്കളെ തിരിച്ചു കിട്ടുമെന്നോ നേടാവുന്ന കരുതരുത്. അല്പം കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ സമൃദ്ധിയുടെ നടുവിലും കൊടുത്തു പഠിപ്പിച്ചാലേ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്ക് അനുഭവം ഉണ്ടാവുമെന്നാണ് പറയുക. അപ്പം മക്കൾക്ക് എല്ലാം കൊടുക്കണം. അതേസമയം തന്നെ അല്പം കടുപ്പങ്ങൾ പഠിപ്പിക്കുകയും വേണം. പഞ്ചാബിൽ ഒരു സ്കൂളുണ്ട്, ബട്ടാലയിലെ സ്കൂളിൽ ഒരു സിഖ് ഭീകരൻ മോനെ കൊണ്ട് ചേർത്തു. ബോർഡിംഗ് നടത്തുന്ന അവിടുത്തെ അച്ഛന്മാരോട് പറഞ്ഞു, ഇവന് തലയണയ്ക്ക് പകരം തടിക്കഷ്ണം കൊടുക്കണം തലയ്ക്ക് വെക്കാൻ. അവന് 2 നേരത്തെ ഭക്ഷണം കൊടുക്കാവുള്ളൂ. ഒത്തിരി മൃദുലമായ കിടക്ക കൊടുക്കണ്ട. പറയുന്ന കാശ് തന്നേക്കാം. തലയണയ്ക്ക് പകരം തടിക്കഷ്ണം കൊടുക്കണം. 2 നേരത്തെ ഭക്ഷണം കൊടുക്കുക. അല്പം വിശക്കട്ട്. എങ്കിലേ ഈ അപ്പൻ അനുഭവിച്ച കഷ്ടപ്പാടെന്ന് മനസ്സിലാക്കാനും അപ്പൻ എന്തിനു വേണ്ടി നിന്നോ ആ മനക്കെട്ടി കിട്ടണമെങ്കിൽ മോന് ഈ കാർക്കിശ്യം നിറഞ്ഞ ജീവിതക്രമത്തിലൂടെ കടന്നു പോകണം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം കൊടുക്കണം. പക്ഷെ അല്പം സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു ടേസ്റ്റും നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാ പറയാ. കുഞ്ഞുങ്ങൾക്ക് 3 വിദ്യാഭ്യാസം കൊടുക്കാൻ അപ്പനമ്മമാർക്ക് കടമയുണ്ട്. 3 വിദ്യാഭ്യാസങ്ങൾ. 1, ഭൗതിക വിദ്യാഭ്യാസം. അത് അമേരിക്കയിൽ നിങ്ങൾ ഭംഗിയായിട്ട് കൊടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സംവിധാനം അതാണ്. അത് ആവശ്യത്തിനെല്ലാം കൊടുക്കുന്നു. ടിവികളും മാധ്യമങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ആ സംവിധാനമുണ്ട്. പിന്നെ കൊച്ചു പിള്ളേരും മറ്റുമൊക്കെ ടിവിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യത്തിൽ നിയന്ത്രണം. ചിലപ്പം ചെന്നാൽ അപ്പനും അമ്മയ്ക്കും വാർത്ത കാണാൻ പേടിയാ. കൊച്ചു സമ്മതിക്കില്ല. തവളയാട്ടം പോലെ ഇങ്ങനെ കാട്ടും ചാടി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവർ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊന്നും കുഞ്ഞുങ്ങളെ നേടിയെന്ന് ഓർത്തേക്കരുത്. പ്രായപൂർത്തിയാകുന്നവരെ ചില കാര്യങ്ങളിൽ നമ്മുടേതായ മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും പാരമ്പര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ കുടുംബ ബന്ധങ്ങൾ തകരും. അതുകൊണ്ട് ചില ചിട്ടകളും വേണം. ഇപ്പൊ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുക. 2, കുട്ടികൾക്ക് കൊടുക്കുന്ന 2ാമത്തെ വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം. ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ ഭാഗമാ നല്ല കത്തോലിക്ക ചാനലുകളും മറ്റുമൊക്കെ കാണിക്കുന്നു. നാട്ടിലാണെങ്കിൽ ശാലോൻ ടിവിക്ക് വന്നതിന് ശേഷം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ധാരാളമായിട്ട് ആ പ്രോഗ്രാംസ് കാണിക്കുന്ന കുടുംബങ്ങളുണ്ട്. കൊച്ചു പിള്ളേർക്ക് ഇൻട്രസ്റ്റാ അതിനകത്തുള്ള ബിബ്ലിക്കൽ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ക്രൈസ്തവ അതുപോലെ സാധിക്കുന്നവർ നമ്മുടെ മലയാളത്തിലുള്ള പറ്റുന്ന ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളൊക്കെ വരുത്തിയിട്ട് ചില ഭാഗവും കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വായിപ്പിച്ച് ആ ആത്മീയ മൂല്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുക. അതുപോലെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കാണണം. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കും തോന്നും പ്രാർത്ഥിച്ചാൽ കൊള്ളാം. അങ്ങനെ പ്രാർത്ഥനയുടെ രീതി, ആ പ്രാർത്ഥനാശൈലി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ചിലപ്പോഴൊക്കെ നാട്ടിൽ രസകരമായ കാഴ്ച കാണാം. കൊച്ചും അമ്മയും കൂടെ പള്ളിയിൽ വന്നു, പെണ്ണുങ്ങളുടെ ഭാഗത്ത് മുട്ടുകുത്തി. അപ്പനാണെങ്കിൽ ആ സമയത്ത് ഒന്നും വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ്. കൊച്ച് ഓശാനയായപ്പോ അമ്മയ്ക്കിട്ട് ഞുള്ളി, അമ്മേ എന്നാ ചേർക്കാം, ഇങ്ങോട്ട് നോക്കാമേ, എന്നാടാന്ന് വെച്ചു. ദാണ്ടമ്മേ നമ്മുടെ പട്ടി എന്ന് പറഞ്ഞപ്പം വീട്ടിലെ പട്ടി മോണ്ടലത്തിൽ കുർബാന കാണാൻ വേണ്ടി ഇങ്ങനെ കിടപ്പുണ്ട്. നാക്കും പുറത്തേക്ക് ഇട്ട് ചെവിയും വളച്ച്. തള്ള പറച്ചേ
പട്ടിയെ നോക്കാതെ ഈശോയെ നോക്കടാന്ന് പറഞ്ഞു. കൊച്ച് അടുത്താരിലേക്ക് പിന്നെയും നോക്കി. ഈ പാതിക്കാലം കഴിഞ്ഞപ്പോൾ കൊച്ചു വീണ്ടും അമ്മയ്ക്ക് ഇടിഞ്ഞുള്ളി, അമ്മേ അമ്മേ എന്നാടാ നോക്കമ്മേ എന്നാടാ, ദാണ്ടമ്മേ നമ്മുടെ അപ്പൻ എന്ന് പറഞ്ഞപ്പം പട്ടിയുടെ ഇപ്പുറത്ത് മറ്റൊരു പരുവത്തിൽ ഇങ്ങനെ അപ്പനും വന്നിരിപ്പുണ്ട്. നാക്ക് പുറത്തോട്ടിട്ടില്ലെന്ന് മാത്രം. കൊച്ചിന് ആദ്യമായിട്ട് പിടികിട്ടി അപ്പനേക്കാൾ സ്റ്റാൻഡേർഡ് കൂടുതൽ പട്ടിക്കാണ്. കാരണം പട്ടി കാഴ്ചവെപ്പിന് വന്നു, അപ്പൻ ഓശാനം കഴിഞ്ഞപ്പോഴാണ് പള്ളിയിലേക്ക് കയറി വരിക. എതിർ സാക്ഷ്യം. ബൈബിള് വായിക്കുന്ന അപ്പനെ കണ്ടാൽ മക്കൾക്ക് തോന്നും ബൈബിള് വായിക്കണം. പ്രാർത്ഥിക്കുന്ന അമ്മയെ കണ്ടാൽ മക്കൾക്ക് തോന്നും പ്രാർത്ഥിക്കണം. ഒരു സാറും ടീച്ചറും കൂടെ മാതാപിതാക്കള് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തി കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു 3 വയസ്സുള്ള മോൻ അവരുടെ അടുത്ത് നിൽപ്പുണ്ട്. ആദ്യം വന്നു അപ്പനെ കോളറെ പിടിച്ച് കുലുക്കി, നോക്കിയില്ല. തലക്കിട്ട് തട്ടി, നോക്കിയില്ല. പ്രഭാത പ്രാർത്ഥനയുടെ പുസ്തകം എടുത്ത് അപ്പനെ തലക്കിട്ട് 3-4 കൊട്ട് വെച്ച് കൊടുത്തു. അപ്പൻ ഇങ്ങനെ തന്നെ നിന്നും തിരിഞ്ഞു നോക്കിയില്ല. ഈ കൊച്ചു മടുത്ത കൊച്ച് ഈ മോൻ എന്ത് ചെയ്തു? അപ്പം നിൽക്കുന്ന പോലെ മുട്ടുകുത്തി, അപ്പം പിടിക്കുന്ന പോലെ കൈ കൂപ്പി പിടിച്ച്, അപ്പം നോക്കുന്ന പോലെ സക്രാരിയിലേക്ക് നോക്കി ഈ മോനും നിന്നും ആ അപ്പൻ മോനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ജീവിതം കൊണ്ട് മാതൃകയാക്കുക. ആത്മീയ വിദ്യാഭ്യാസം, പ്രാർത്ഥന, സമയത്തും കാലത്തും ഒരുക്കി പിള്ളേരെ വേദപാഠത്തിന് വിടുന്നു. അതുപോലെ തന്നെ നമ്മൾ പള്ളി കുർബാനയ്ക്ക് വരുന്നു. ഇതൊക്കെ ഒരു ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ മേഖലയാണ്, ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. നമ്മൾ എത്രമാത്രം മോഡേൺ ആയാലും ഇതിനൊന്നും വീഴ്ച വരുത്തരുത്. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രാജ്യത്തൊക്കെ ജീവിക്കുമ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം മക്കൾക്ക് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. സെക്സ് എഡ്യൂക്കേഷൻ. ചിലർ പറയൂ അതൊക്കെ എന്നാ നോക്കാനാച്ചാ, മാർപ്പാപ്പായ പ്രത്യേകം കുർബാനയെല്ലാം പഠിപ്പിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പ്രായമാകുമ്പോൾ അതൊക്കെ അങ്ങ് പഠിച്ചു പോകോളും. എന്നാ പഠിക്കും? ഇവിടുത്തെ വാർത്താമാധ്യമങ്ങളും ഇവിടുത്തെ സാങ്കേതിക വിദ്യകളും ഇവിടുത്തെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് സെക്സിന്റെ തലം അയഞ്ഞത്. യൂറോപ്പിലൊക്കെ കാണാം 12-13 വയസ്സാകുമ്പം പെമ്മക്കൊക്കെ ഗുളികയും കൊടുത്ത് വിടുന്ന മാതാപിതാക്കള് അബദ്ധം പറ്റി കുഞ്ഞ് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അവിഹിത ഗർഭം വയറ്റിൽ പേരാതിരിക്കാൻ വേണ്ടി അങ്ങനെ നോക്കുന്ന ഒരു സംസ്കാരമുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സെക്സിന്റെ ദൈവീക തലം നമ്മൾ പഠിപ്പിക്കണം. സയൻസും വാർത്താമാധ്യമങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത് എല്ലാം അനുവദനീയം. സ്വയം ഭോഗം എന്ന് പറഞ്ഞാൽ തുമ്മുന്നത് പോലെ, അതിനപ്പുറം ഒന്നുമില്ല. സ്വർഗഭോഗത്തിൽ പാപമില്ല. സെക്സ് ആരുമായിട്ട് അയഞ്ഞ് ജീവിക്കാം. എല്ലാവരുടെയും കൂടുതൽ ഇങ്ങനെ നടക്കാം. നടന്നു കഴിഞ്ഞാലും ഒത്താലൊത്തു, അല്ലെങ്കിൽ ഒരു സ്ഥലമാറ്റം പോലെ അടുത്ത ആളായിട്ട് ആരുടെയൊക്കെ കൂടുതൽ നടന്നു, ഏതെങ്കിലും ഒരെണ്ണം വരും. ഇങ്ങനെ അയഞ്ഞ ധാർമ്മികത പഠിപ്പിച്ചത് നമ്മുടെ പടിഞ്ഞാറൻ സംസ്കാരങ്ങളാണ്. കാരണം അമേരിക്കയ്ക്ക് മതമില്ല, യൂറോപ്പിന് മതമില്ല, വെറും ജഡവേ ഉള്ളൂ. മതം ഏഷ്യയ്ക്ക് മാത്രമേ ഉള്ളൂ. സകല മതങ്ങളും ഏഷ്യയുടെ സ്വത്താണ്. പാലസ്തീനായിലെ ക്രിസ്തുമതം, ഇസ്ലാം മതം, ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, പാർസി, സിഖ്, സൊറവാഷനിസം, ഷിൻഡോയിസം, താവോയിസം മുഴുവൻ ഏഷ്യയുടേതാണ്. യൂറോപ്പിനും അമേരിക്കയ്ക്കും വെറും മൃഗസംസ്കാരത്തിന്റെ ഫുഡും കൊഴുത്ത ശരീരമേ ഉള്ളൂ. മതങ്ങൾ വന്നത് ഏഷ്യയിൽ നിന്നാണ്. അവിടെ ഏഷ്യക്കാരാണ് ആധ്യാത്മികത പഠിപ്പിക്കേണ്ടത്. ഈ രാജ്യത്തെ കുറച്ച് പണം കൊണ്ട് ലോകത്ത് സ്വാധീനിച്ചെന്നല്ലാതെ സ്പിരിച്വൽ ഡെപ്തുള്ള രാജ്യങ്ങളിലിത്. അത് നഷ്ടപ്പെട്ടാൽ വെറും ജഡം ഇഷ്ടം പോലെ തിന്ന് കൊഴുത്ത് അങ്ങ് പോകാം. അങ്ങനെ ജീവിതം തീർക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ശരീരത്തിന്റെ തലവും സെക്സിന്റെ ദൈവിക തലവും ഒക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വരുംകാല തലമുറകളെ. 10 വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരമ്മ അടുക്കലിരുത്തി പറഞ്ഞു കൊടുക്കണം. ഒരു പെണ്ണിന്റെ ശരീരത്തെ ദൈവം എങ്ങനെ അമ്മയാക്കാൻ ഒരുക്കും, ദേഹത്ത് വരുന്ന മാറ്റം. 10 വയസ്സായ ആൺകുട്ടിയെ അപ്പൻ അരികിലിരുത്തി പറഞ്ഞു കൊടുക്കണം. ഒരാൺകുട്ടിയുടെ ശരീരത്തെ ദൈവം എങ്ങനെ ഒരു പിതാവാക്കാൻ ഒരുക്കുന്നു പറഞ്ഞു കൊടുക്കണം. ഇത് അവർ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇതിങ്ങനെ അടുത്തിരുത്തി പെൺകുട്ടിക്ക് അമ്മ, ആൺകുട്ടിക്ക് അപ്പൻ, അത് പറഞ്ഞു കൊടുക്കണം. ഇല്ലേ? ദൈവികമായ വിധത്തിൽ ഇതിനെയൊക്കെ പഠിപ്പിക്കുന്ന കൊച്ചു കൊച്ചു പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം. ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് പ്രമാണങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് വേദപാഠത്തിനും മറ്റും സിസ്റ്റേഴ്സിനും മറ്റും ഒക്കെ പഠിപ്പിക്കും. ഇപ്പൊ സിസ്റ്റേഴ്സ് ദൈവപ്രമാണം പഠിപ്പിക്കുമ്പോഴത്തേക്ക് പാട്ടായിട്ടും മറ്റും പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സിന് പറയാനായിട്ട് മതി. ഒരു സിസ്റ്റർ ഇങ്ങനെ പിള്ളേരെ പഠിപ്പിച്ചു വേദപാഠത്തിന്. 1 ദൈവത്തെ സ്നേഹിക്കണം, 2 നാമം വൃഥാ പ്രയോഗിക്കരുത്, 3 ഇങ്ങനെ ബഹുമാനിക്കണം, 4 പറഞ്ഞു 5 കൊല്ലരുത്, 6 അല്ലല്ല, 7 കള്ളസാക്ഷ്യം പറയരുത്. കാരണം വ്യഭിചാരം എന്ന് വാക്ക് പറയാം സിസ്റ്ററിന്റെ ചമ്മല്. അപ്പൊ 4 6 അല്ലല്ല ഒരു പാട്ട് പാടിയങ്ങ് വിടും. അപ്പം പറഞ്ഞു കൊടുക്കാനായിട്ട് മടി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ മടിക്കുമ്പോൾ അവരുടെയൊക്കെ ഓർമ്മ ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ. അപ്പൊ സിസ്റ്റർമാരെ പഠിപ്പിക്കും, പറയും ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്നിട്ട് നിന്റെ അപ്പനോടോ അമ്മയോടോ ചോദിച്ചില്ല. ഇപ്പം മിടുക്കൻ കൊച്ചി ചോദിക്കും, സിസ്റ്ററെ ഇതന്നെ വ്യഭിചാരം ചെയ്യലെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇത് വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറ്റും. വീട്ടിൽ ചെന്ന് കൊച്ചിന് അപ്പനോട് ചോദിക്കാൻ മടി, പിന്നെ അമ്മയോട് ചോദിക്കാൻ ഇഷ്ടം. അമ്മ 100 കൂട്ടം പണിയായിട്ട് നിൽക്കുക. കൊച്ചു അമ്മയുടെ കൈ ചെന്ന് വിളിച്ചു, അമ്മ എന്നെ ഇറക്കാന്ന് ചോദിച്ചു. എന്നെ അമ്മ വ്യഭിചാരം ചെയ്യലെന്ന് പറഞ്ഞു. ആഹാ, അമ്മയോട് തന്നെ ചോദിക്കണമല്ലേ, വട ഇറക്കാന്ന് പറഞ്ഞ് അമ്മ അങ്ങ് തള്ളിവിട്ട് പറയാനും മടി. കുറച്ച് കഴിഞ്ഞ് തള്ളയോർത്ത് മോൻ ചോദിച്ചതല്ലേ, എന്തെങ്കിലും പറഞ്ഞില്ലല്ലോ എങ്ങനെ. അപ്പൊ ഇവന് ഒരു സ്വഭാവ ദൂഷ്യമുണ്ട്. എപ്പോഴും തലയും കുത്തി നിൽക്കും,
തലയും കുത്തി നിരങ്ങും. ഇതുവന്റെ പണിയാണ്. ഇത് നിർത്താനായിട്ട് തള്ളയെ ആഗ്രഹിക്കുമ്പോഴാണ് വീണ് കിട്ടിയ കനകാവസരം. തള്ള പറഞ്ഞു, മോനെ തലയും കുത്തി നിൽക്കുന്നതിന് ബൈബിളിൽ പറയുന്ന വാക്കാണ് വ്യഭിചാരം. മോൻ മേലിൽ തലയും കുത്തി നിൽക്കരുത്, തലയും കുത്തി നിരങ്ങരുത്. അവനോർത്ത്, ദൈവമേ ഞാനെന്തൊരു കഠിന ഭാവി, ഡെയിലി 8ഉം 10ഉം വ്യഭിചാരമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ അതിനുശേഷം തലയും കുത്തി നിൽക്കത്തുമില്ല, തലയും കുത്തി നിരങ്ങത്തുമില്ല. അങ്ങനെ ഇരിക്കെ പള്ളിയിൽ കുമ്പസാരത്തിന്റെ ദിവസം 5-8 അച്ചായന്മാർ ഒരു വശത്ത്, 6-7 അമ്മച്ചിമാർ ഇപ്പുറത്ത്. ട്രൗസറും ഷർട്ട് വെട്ടിവൻ ചാട്ടുള്ളി പോലെ ചാണ്ടി കയറിയകത്തേക്ക് ആ മുട്ടുകുത്തി നിന്നു. അച്ഛൻ്റെ ഒക്കെ ചെന്ന് പറഞ്ഞ്, ഞാൻ പല പല പാപം ചെയ്തിട്ടുണ്ട്, നുണ പറഞ്ഞു, കൊതിച്ചു, പിടിച്ചു, മാന്തി, പള്ളിയെ വർത്താനം പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ ഉറക്കം തൂങ്ങി, എല്ലാം പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ മൂളി മൂളി കേൾക്കുക. അവൻ അച്ഛൻ ഇതിനേക്കാളൊക്കെ കൂടിയ ഒരു കഠിനപാപം കൂടെ ചെയ്തേച്ചാ ഞാൻ വന്നിരിക്കുന്നു. എന്നാ മക്കളെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ അരിച്ചപ്പെടുമെന്ന് ചോദിച്ചു. പറഞ്ഞോളാൻ പറഞ്ഞു, എന്റെ അച്ഛ എനിക്ക് വ്യഭിചാരം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, പിള്ളേരാണോ വ്യഭിചാരം ചെയ്തത്, പോടാ കള്ളത്തരം പറയാമെന്നത്. അവൻ പറഞ്ഞു, പിള്ളേരാണെന്ന് ഓർക്കണ്ട അച്ഛ, ഡെയിലി 8ഉം 10ഉം ചെയ്തുകൊണ്ടിരുന്നതാ, നിർത്തിയിട്ട് ആഴ്ച 1 ആയിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞു, പോടാ കള്ളത്തരം പറയാമെന്ന് പറഞ്ഞു. അവൻ പറയും, പള്ളിയാണെന്നോ അച്ഛനാണെന്നോ ഓർക്കുകയല്ല, ഇവിടെയും ചെയ്തു കാണിക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നെന്നും പറഞ്ഞു. ഇവൻ ഓടി ചെന്ന് ആൾക്കാരുടെ മുമ്പിൽ തലയും കുത്തി കാലും പൊക്കി ഒറ്റ നിപ്പ്. അവിടെ കൊണ്ട് തിരിത് കണ്ടപ്പോഴത്തേക്ക് പ്രായം ചെന്ന അമ്മച്ചിമാര് തുണിയൊക്കെ കുലുക്കി കൊടുത്തോണ്ടും കാരണന്മാര് മുണ്ട് പറിച്ച് കുടഞ്ഞു കൊടുത്തോണ്ടും ഒറ്റ ഓട്ടം. എന്റെ ദൈവമേ, ഇത്രയും ചെറിയ ചെറുക്കന് അച്ഛൻ ഇത്രയും കൂടിയ പ്രായശ്ചിത്ത കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്നാ വരാൻ പോണേന്നും പറഞ്ഞ് കുമ്പസാരക്കൂടിന് അവിടെ നിന്നൊരു കൂട്ടയോട്ടം. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുണ്ടായിരിക്കണമെന്നുള്ളതാണ്. പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ ഈ 3 വിദ്യാഭ്യാസങ്ങൾ മക്കൾക്ക് കൊടുക്കുക: ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം, സെക്സ് എഡ്യൂക്കേഷൻ. ഇത്രയും കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയുടെ വഴിയിലൂടെ പടിപടിയായിട്ട് വളർത്തി നയിക്കാൻ ദൈവം വിളിക്കുക. അങ്ങനെ ദൈവം ഏൽപ്പിച്ച കുടുംബത്തെ അതിന്റെ വിശുദ്ധിയോടെ കാണാനും വിവേകത്തോടെ ജീവിക്കുവാനും കൃപയിൽ ആയിരിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ വിളിക്കുന്നു. ഇത്രയും ചിന്തകൾ മനസ്സിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.